ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. മൂകം കരോതി വാചാലം പങ്കം ലങ്കായതേ ഗിരിം യത്കൃപാദമഹം വന്ദേ ശ്രീഗുരുൻ ദീനതാരിണം. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സുസ്വാഗതം. ഓണാശംസകളോടെ തുടങ്ങാം. ഇന്ന് പ്രത്യേകിച്ചൊരു നിങ്ങൾക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്നുമല്ല പറയാൻ പോകുന്നത്. സാധാരണ ഞാൻ ഒരു ജനറൽ സബ്ജക്റ്റ് കൊണ്ടാണ് വരുന്നത്. ഇന്നും അതുപോലെ തന്നെ ഒരു ജനറൽ സബ്ജക്റ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നവരായിരിക്കും, പക്ഷെ അറിയാൻ വയ്യാത്ത പലരും ഇതിനകത്ത് കാണും. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഇത് സ്പെഷ്യലി പറയുന്നത്. അപ്പൊ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കണം. കഴിവതും ബാക്കിയുള്ള ആക്ടിവിറ്റീസിൽ മുതിർന്നിരിക്കുന്ന അല്ലെങ്കിൽ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ കുറച്ച് സമയത്തേക്ക് ഇതൊന്ന് ഹോൾഡ് ചെയ്യണം. കാരണം ഈ പറയുന്ന വസ്തുക്കൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രം എന്താണ് അടുത്ത പറയുന്നത് മനസ്സിലാകത്തുള്ളൂ. എൻ്റെ അപേക്ഷയാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം. വാഞ്ചാകൽപ്യരൂപേശ കൃപാസിന്ധു വേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഇന്നത്തെ വിഷയം ഭദ്രപൂർണിമയാണ്. ഭദ്രപൂർണിമയെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ആദ്യം ആ വാക്കിന്റെ അർത്ഥം പറയാം. എന്താണ് ഭദ്രപൂർണിമ? ഭാദ്രമാസത്തിലെ പൂർണിമ. ഇത് ഭാദ്രമാസമാണ്. ഭാദ്രപാദ മാസം എന്നും പറയും. അപ്പോ ഈ മാസത്തിലെ പൂർണിമയിലാണ് ശ്രീമദ് ഭാഗവതം ആവിർഭവിച്ചത്. അപ്പൊ അതെങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ പൂർണിമയുടെ പ്രത്യേകത, വാസ്തവത്തില് എല്ലാ ഭഗവാന്റെ അവതാരങ്ങൾക്ക് ലിമിറ്റ് ഇല്ല എന്നറിയാം. കടലിലെ സാഗരത്തിലെ തിരമാലകൾ പോലെ വന്നു പൊക്കൊണ്ടേയിരിക്കുകയാണ് ഭഗവാന്റെ അവതാരങ്ങൾ. അതിനെക്കുറിച്ച് എന്നെ ചിട്ടപ്പെടുത്താൻ കഴിയില്ല. എന്നാലും നമ്മള് ഭഗവാന്റെ അവതാരം അതുപോലെ തന്നെയാണ്. ഭഗവാന് ജനനവും ഇല്ല, മരണവും ഇല്ല. എന്നാലും ഭഗവാന്റെ ഓരോ അവതാരത്തിലും നമ്മൾ ആവിർഭാവ ദിവസമായിട്ട് ആഘോഷിക്കും. എന്തിനാണ് ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ നാമ രൂപ ഗുണ ലീലകൾ അതിൽ പെടുന്നതാണ് ഭഗവാന്റെ ആവിർഭാവ ദിവസവും. അപ്പൊ അത് എത്രമാത്രം ആഘോഷിക്കുന്നു, എത്രമാത്രം സ്മരിക്കുന്നു, അത്ര കണ്ട് നമ്മുടെ കൽമഷങ്ങൾ അകന്നു പോവുകയും നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭഗവത് ധാമത്തിലേക്കുള്ള യാത്ര സുഗമമാകും. അപ്പൊ നമുക്ക് നല്ല ശുദ്ധഭക്തന്മാരാകാനുള്ള ഒരേ ഒരു വഴി എപ്പോഴും ഭഗവാന്റെ നാമ രൂപ ഗുണ ലീലകൾ ചർച്ച ചെയ്യും. അപ്പൊ അതിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഭഗവാന്റെ ആവിർഭാവ ദിവസം. സാധാരണ ഭഗവാന്റെ ആവിർഭാവ ദിവസങ്ങളെ എല്ലാം തിരിയോട് ചേർത്താണ് പറയുന്നത്. ഇന്നലെ വാമന ദ്വാദശിയായിരുന്നു. അപ്പൊ ദ്വാദശിയോട് ചേർത്താണ് വാമന അവതാരത്തെ നമ്മൾ കൊണ്ടാടുന്നത്. നിത്യാനന്ദ ത്രയോദശി. ഇന്ന് ത്രയോദശിയാണ്. ദ്വാദശി കഴിഞ്ഞ ത്രയോദശി. പിന്നെന്താണ്, രാമന്റെ അവതാരത്തിന് രാമനവമി എന്ന് പറയും. രാധാറാണിയുടെ അവതാര ദിവസത്തിന് രാധാഷ്ടമി. പിന്നെ ഭഗവാന്റെ ജന്മാഷ്ടമി, ചൈതന്യ മഹാപ്രഭുവിന്റെ ഗൗരപൂർണിമ, നരസിംഹ ചതുർദശി, നരസിംഹ അവതാരത്തിന്റെ, ഇങ്ങനെ ഓരോ തിഥികളോട് കൂടി ചേർത്താണ് എല്ലാ അവതാരങ്ങളും പറയുന്നത്. ഇനി അവതാരങ്ങളെ കുറിച്ചൊരു ചെറുതായിട്ടൊന്ന് പറഞ്ഞേക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും അറിവിലേക്ക് പറയാണ്. സാധാരണയായിട്ട് 6 തരത്തിലാണ്. ഒന്ന് പുരുഷാവതാരം, മറ്റൊന്ന് യുഗാവതാരം, 3 മന്വന്തര അവതാരം, 4 ലീലാവതാരം, 5 ഗുണാവതാരം, 6 ശക്തിയാവേശ അവതാരം. ഇങ്ങനെയാണ്. ഇതിലെ പുരുഷാവതാരങ്ങൾ നമുക്കറിയാം 3 എണ്ണമാണ്.
അതായത് കാരണ ഉദകശായക വിഷ്ണു, ഗർഭ ഉദകശായക വിഷ്ണു, ക്ഷീര ഉദകശായക വിഷ്ണു, അങ്ങനെ പുരുഷാവതാരങ്ങൾ 3. യുഗാവതാരങ്ങൾ, ഓരോ യുഗത്തിലും ഭഗവാന്റെ അവതാരങ്ങൾ വന്നു പോകുന്നുണ്ട്. അപ്പൊ സത്യയുഗത്തില് ശ്വേതവർണ്ണത്തിലായിരുന്നു, അതായത് വരാഹ അവതാരം. പിന്നെ ത്രേതായുഗത്തില് ശ്രീരാമ അവതാരം. പിന്നെ ദ്വാപരയുഗത്തിൽ ഭഗവാൻ കൃഷ്ണൻ, കലിയുഗത്തില് ചൈതന്യ മഹാപ്രഭു. ഇങ്ങനെ എന്താണ് ഓരോ യുഗങ്ങളിലും 4 യുഗമുണ്ട്, 4 യുഗത്തിൽ ഓരോ അവതാരങ്ങളായിട്ട്. അപ്പൊ യുഗാവതാരങ്ങൾ 4. പിന്നെ മന്വന്തര അവതാരങ്ങൾ. ഇപ്പൊ മന്വന്തര അവതാരങ്ങൾ 14 മനുക്കൾ പറയുന്നുണ്ട്. ഓരോ മന്വന്തരത്തിലും ഓരോ അവതാരങ്ങളായിട്ട് വന്ന് പോകുന്നുണ്ട്. അതും മന്വന്തര അവതാരമായിട്ട് പറയും. 4-മത്തത് ലീലാവതാരം. ഭഗവാന്റെ ലീലകളെ കുറിച്ച് പറഞ്ഞ് നമുക്ക് ഭഗവാന്റെ ലീലകളെ എത്രത്തോളം വർണ്ണിക്കുന്നു അത്രയും നല്ലതാണ്. ആ ഓരോ ലീലകൾക്കും ഓരോ ലീലാവതാരമായിട്ട് പറയും. അപ്പൊ അത് കടലിലെ തിരമാലകൾ പോലെയാണെങ്കിലും ഭാഗവതം അതിനെ 25 അവതാരമായിട്ട് ഷോർട്ട് ചെയ്തിട്ട് നമുക്ക് പഠിക്കുന്ന സൗകര്യത്തിന് വേണ്ടി വീണ്ടും പഠന സൗകര്യാർത്ഥനായിട്ട് എന്താണ് ജയദേവ കവികൾ അതിനെ 10 അവതാരങ്ങളായിട്ട് പറയുന്നുണ്ട്. ഇതിനെ ബലം പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് സാധാരണ ആൾക്കാർ പറയും ഭഗവാന്റെ 10 അവതാരമല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെ ബാക്കിയുള്ള അവതാരങ്ങൾ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ വാസ്തവത്തിൽ അത് അവതാരങ്ങൾക്ക് ലിമിറ്റ് ഇല്ല. എപ്പോഴും ഭഗവാൻ അവതരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഭക്തന്റെ മുന്നിലും ഭഗവാൻ ഓരോ വേഷത്തിൽ അവതരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 10 അവതാരമാണെങ്കിൽ മോഹിനി അവതാരം അതിനകത്തെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ 10 അവതാരം ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള മറുപടിയാണത്. ഇപ്പോ ഭാഗവതത്തിലെ വ്യാസദേവൻ 25 അവതാരങ്ങൾ പറയുന്നെങ്കിൽ ജയദേവ കവികൾ അതിനെ 10 അവതാരമായിട്ട് ഷോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആണ് എന്താണ് ലീലാവതാരങ്ങൾ. അടുത്ത 5-മത്തെ ഗുണാവതാരം, അതായത് ത്രിഗുണങ്ങൾ. ഓരോ ഗുണത്തിനും ഓരോ അവതാരം. ഇപ്പൊ രജോ ഗുണത്തിന് ബ്രഹ്മദേവൻ, സത്വഗുണത്തിന് വിഷ്ണു, പിന്നെ തമോ ഗുണത്തിന് മഹാദേവൻ. ഇപ്പോ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ അങ്ങനെയും പറയും. അപ്പൊ അതാണ് ഗുണാവതാരം. ദെൻ ലാസ്റ്റ് ശക്തി ആവേശ അവതാരം. അതായത് പൂർണ്ണമല്ല, ഒരു ശക്തി, ഒരു പ്രത്യേക ചെറിയൊരു പർപ്പസിന് വേണ്ടി വന്നിട്ട് അതുപോലെ പോവുകയാണ്. പരശുരാമൻ, വ്യാസൻ, നാരദർ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ റോളുകൾ മാത്രം. ശക്തി ആവേശം. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാൻ എക്സ്പേർട്ട് ഒന്നുമല്ല. അപ്പോ ഇങ്ങനെ ഭഗവാൻ പലതരത്തിൽ അവതരിച്ചെല്ലാം വ്യക്തി പ്രഭാവത്തോടു കൂടിയാണ്, രൂപത്തോടു കൂടിയാണ്. വ്യക്തിപ്രഭാവമില്ലാതെ, മായയായിട്ടല്ല, വ്യക്തിപ്രഭാവമില്ലാതെ ഭഗവാൻ ഗ്രന്ഥ അവതാരത്തിൽ അവതരിച്ച അവതാരമാണ് ഭാഗവത അവതാരം. ഭഗവാന്റെ ഗ്രന്ഥ അവതാരമാണ് ഭാഗവതം. ഇപ്പൊ ശ്രീമദ് ഭാഗവതം എങ്ങനെയാണ് ഉണ്ടായെന്നുള്ളതിന്റെ ചെറിയൊരു ഔട്ട്ലൈൻ തന്നിട്ട് പോകാം. സമയമുണ്ടെന്ന് എനിക്കറിയില്ല, എങ്കിലും പറയാം, കാരണം അത് പറഞ്ഞു പോയാലേ നമുക്ക് അതിന്റെ കണക്ഷൻ കിട്ടുള്ളൂ. അതായത് വ്യാസദേവൻ എന്താണ് എല്ലാം വ്യാസദേവന്റെ പ്രധാന ഉദ്ദേശം തന്നെ ഈ ഗ്രന്ഥങ്ങളെല്ലാം രചിക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം ചെറിയ ചെറിയ റോളുകളാണ്. ഇപ്പോ എന്താണ് വേദങ്ങൾ രചിച്ചു, ഉപനിഷത്തുകൾ, ബാക്കി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും രചിച്ചു, 17 പുരാണങ്ങളും രചിച്ചു. എന്നിട്ടും വ്യാസദേവന് എന്താണ് സന്തുഷ്ടനായില്ല. ഈ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എങ്കിലും അതിന്റെ പറഞ്ഞു പോകാനുള്ളൊരു ഫ്ലോയ്ക്ക് പറയാണ്, സോറി. ഇപ്പോ അങ്ങനെ ഒരു അസന്തുഷ്ടനായിരുന്ന വ്യാസദേവൻ തന്റെ ഗുരുവായ നാരദ ഋഷിയെ സ്മരിക്കുകയും നാരദ ഋഷി പ്രത്യക്ഷപ്പെടുകയും നാരദ ഋഷി വന്ന് നോക്കി, എന്താ മകനെ ദുഃഖിച്ചിരിക്കണേ, പറഞ്ഞതുപോലെ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. നാരദ ഋഷി എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, ഒരുപാട് കാര്യമായിട്ടുണ്ട്, വളരെ ഗംഭീരം, എല്ലാം ഭംഗിയായിട്ടുണ്ട്. പക്ഷെ നീ എന്തിനാ വിഷമപ്പെടനെ പറഞ്ഞ് എനിക്കൊരു സംതൃപ്തി കിട്ടുന്നില്ല. നാരദ ഋഷി കാര്യമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ശരിയാണ്, നിനക്ക് സംതൃപ്തി ഉണ്ടാകാനുള്ള കാര്യം ഇതിനകത്തിലില്ല. കാരണം എന്താണ്, ഭഗവാന്റെയും ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ച് ഇതിനകത്ത് പുകഴ്ത്തി ഒന്നും എഴുതിയിട്ടില്ല. അപ്പത്തെ അങ്ങനൊരു സംഭവം ഉണ്ടോ? അപ്പൊ നാരദ ഋഷി പറഞ്ഞു, യെസ്, അങ്ങനൊരു സംഭവം ഉണ്ട്. അതെന്താണ്? അതാണ് ഭാഗവതം, ശ്രീമദ് ഭാഗവതം. ഉടനെ പറഞ്ഞു, അതെങ്ങനെയാണ്? ഉടനെ തന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു നാരദ ഋഷി അവിടുന്ന്. ഹരേ കൃഷ്ണ, ശബ്ദം കേൾക്കുന്നില്ലേ? എന്തോ ക്ലിയർ ആണ്? ഇപ്പോ നാരദ ഋഷി ഉടൻ തന്നെ ബ്രഹ്മദേവന്റെ അടുക്കൽ ചെന്നു. കാരണം ഇതിവിടെ ഇത് ഭാഗവതത്തിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഭഗവാനാണ്. ഭഗവാൻ അത് ആർക്ക് കൊടുത്തു? ബ്രഹ്മദേവന് കൊടുത്തു. ബ്രഹ്മദേവന്റെ പുത്രനാണ് നാരദ ഋഷി. അപ്പൊ അച്ഛനോട് പറഞ്ഞു, അച്ഛ ഇതുപോലെ സംഭവം ഉണ്ട്, അതുകൊണ്ട് വേണമെന്ന് പറഞ്ഞപ്പോ ബ്രഹ്മദേവൻ ഉടനെ തന്നെ നാരദ ഋഷിക്ക് ഈ ഭാഗവതം കൊടുത്തു. അത് എന്താണ്
ചതുർശ്ലോകി ഭാഗവതമാണ് കൊടുത്തത്. നമുക്കറിയാം ഭാഗവതത്തിലെ 2-ാമത്തെ സ്കന്ധത്തില് 9-ാം അധ്യായത്തിലെ 33, 34, 35, 36 ശ്ലോകങ്ങളാണ് ചതുർശ്ലോകം. ഈ ശ്ലോകങ്ങളെയാണ് ചതുർശ്ലോകി ഭാഗവതം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, പലർക്കും കാണാപ്പാടമായിരിക്കും. ഈ ചതുർശ്ലോകി ഭാഗവതം ഭഗവാൻ ബ്രഹ്മദേവന് കൊടുത്തു. ബ്രഹ്മദേവൻ അത് നാരദ ഋഷിക്ക് കൊടുത്തു. നാരദ ഋഷി 4 ശ്ലോകങ്ങളും വായിച്ചു. കൊള്ളാം, ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോ പിന്നെ വിചാരിച്ചു, ഈ 4 ശ്ലോകം മാത്രമായി കൊടുത്തു കഴിഞ്ഞാൽ വ്യാസദേവൻ ഇത് എഴുതാൻ പോകുന്നത് കലിയുഗത്തിലെ ബുദ്ധി കുറഞ്ഞ, അല്ലെങ്കിൽ ഓർമ്മശക്തി കുറഞ്ഞിട്ടുള്ള, നീളം കുറഞ്ഞിട്ടുള്ള, വൃത്തി കുറഞ്ഞിട്ടുള്ള, ഭക്തി കുറഞ്ഞിട്ടുള്ള, എല്ലാ തരത്തിലും കുറഞ്ഞ് ആൾക്കാർക്ക് വേണ്ടി ഈ 4 ശ്ലോകം കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. ഉടനെ തന്നെ അതിനെ 56 ശ്ലോകങ്ങളാക്കി എക്സ്പാൻഡ് ചെയ്യും, കുറച്ചുകൂടെ വിപുലീകരിക്കും. അങ്ങനെ 56 ശ്ലോകം കൊണ്ടുവന്ന് നാരദ ഋഷി വ്യാസദേവന് കൊടുക്കുന്നു. വ്യാസദേവൻ അത് വായിച്ചു നോക്കും. 56 ശ്ലോകങ്ങളും ഈ മണ്ടം പിടിച്ച കലിയുഗത്തിലെ ആൾക്കാർക്ക് വേണ്ടിയോ? അതുപോലെ അങ്ങനെ വ്യാസദേവൻ അത് 18,000 ശ്ലോകങ്ങൾ അടങ്ങുന്ന മഹാഗ്രന്ഥമായ ശ്രീമദ് ഭാഗവതം രചിക്കുന്നു. അതേ ഭാഗവതം ഒരു ഗ്രന്ഥമായിരുന്നെങ്കിൽ ശീലപ്രഭുപാദിന്റെ കൃപ കൊണ്ട് അതിനെ 18 പുസ്തകങ്ങളുള്ള, അല്ലെങ്കിൽ 18 ഗ്രന്ഥങ്ങളാക്കി അതിനെ മാറ്റുകയാണ്. അല്ലെങ്കിൽ 18 വോളിയമാക്കി മാറ്റി, അല്ലെങ്കിൽ 18 പുസ്തകങ്ങളാക്കി മാറ്റി. അപ്പം 18,000 ശ്ലോകത്തെ, അതിന് സംസ്കൃത ശ്ലോകത്തെ അവരവരുടെ ഭാഷയ്ക്ക് അനുയോജ്യം നമുക്കിപ്പോൾ മലയാളത്തിൽ ലഭ്യമാണ്. ശീലപ്രഭുപാദിക്ക് ജയവും. പ്രഭുപാദിന്റെ കൃപ കൊണ്ട് നമുക്കത് വളരെ സരളമായിട്ട് വായിക്കാനും, അതിന്റെ പദാനുപദാർത്ഥം, വാച്യാർത്ഥം, വ്യംഗ്യാർത്ഥം എന്ന് തുടങ്ങിയ സകല രീതിയിലും ഈ ഭാഗവതം മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഭാഗവതം നാരദ ഋഷിയുടെ കൃപയാൽ എഴുതിയ ദിവസം, അല്ലെങ്കിൽ ഭഗവാന്റെ ഗ്രന്ഥാവതാരത്തിലുള്ള അവതാരമായി അവതരിച്ച ദിവസം ഭാദ്രമാസത്തിലെ പൂർണിമ ദിവസമായിരുന്നു. അതുകൊണ്ട് ഈ ദിവസം വളരെ ഓസ്പീഷ്യസ് ആണ്, പുണ്യമാണ്, പവിത്രമാണ്. ഇതാണ് ഒരു കാര്യം, ഭാദ്രമാസത്തിന്റെ മഹത്വം. അപ്പൊ ഭഗവാൻ വ്യാസദേവൻ ഇത് അതായത് ഗ്രന്ഥരൂപത്തിലേക്ക് ഭഗവാനെ കൊണ്ടുവന്ന, അഥവാ ഭഗവാന്റെ ഗ്രന്ഥ അവതാരമാണ് ഭാഗവതം. ആ ദിവസമാണ് ഭാദ്രമാസത്തിലെ പൂർണിമ അഥവാ ഭദ്രപൂർണിമ. രണ്ടാമത് ഒരു ചെറിയ ഒരു എക്സ്പ്ലനേഷൻ പോകുന്നത് ഇങ്ങനെയാണ്. അതായത് പരീക്ഷിത് മഹാരാജാവിന് ശാപം കിട്ടും, നമുക്കറിയാം ഇല്ലേ? പരീക്ഷിത് മഹാരാജാവ് കലിയുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ. കലി അവസാനം പറയുന്നു, എനിക്കിരിക്കാൻ 4 സ്ഥലങ്ങൾ പോരാ, 5ാമതൊരു സ്ഥലം കൊണ്ട് വേണം, സ്വർണം. അങ്ങനെ പരീക്ഷിത് മഹാരാജാവ് കലിക്കിരിക്കും. ഹരേ കൃഷ്ണ. ആരുടെയോ അൺമ്യൂട്ടാണ്, അതൊന്ന് മ്യൂട്ട് ചെയ്യാനായിട്ട് അപേക്ഷിക്കണേ പ്രഭു. ഹരേ കൃഷ്ണ. ഇപ്പോ ഒരിക്കല് സ്വർണത്തിലിരിക്കാനായിട്ട് പരീക്ഷിത് മഹാരാജാവ് കലിക്ക് അവസരം കൊടുക്കുകയും കലി സന്തോഷമായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ പരീക്ഷിത് മഹാരാജാവ് ശുദ്ധമായ സന്യാസി അല്ലെങ്കിൽ യോഗീവര്യൻ, സ്വർണത്തിനോടൊന്നും യാതൊരു ഇതുമില്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം ഒരു വേലക്കാരൻ അല്ലെങ്കിൽ ഒരു ഭൃത്യൻ, അന്ന് മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് കുറെ ദിവസം കഴിഞ്ഞാണ്, പലരുടെയും നല്ല നല്ല കിരീടങ്ങൾ തുടച്ചു വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഒരു കിരീടത്തിൽ വളരെ ഭംഗിയുള്ളതാകുകയും ആ കിരീടത്തിൽ ആകർഷനായിട്ട് രാജാവ് പറഞ്ഞു, ആ കിരീടം കൊണ്ടുവരാൻ പറഞ്ഞു. അത്രയും നേരവും സ്വർണം തൊടാത്ത വ്യക്തി ഉടനെ തന്നെ ആ കിരീടം എടുത്ത്, നല്ല ഭംഗിയുള്ള കിരീടം, അത് ദുശാസനന്റെ കിരീടമായിരുന്നു. അപ്പോൾ ദുശാസനൻ ആരായിരുന്നു കക്ഷി എന്നറിയാം. ഓരോന്നും വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓർക്കണം, ഇതാരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വാസന കൂടി നമ്മളിലേക്ക് പകരും. അങ്ങനെ ദുശാസന്റെ വാസനയോട് കൂടിയ കിരീടം എടുത്ത് പരീക്ഷിത് മഹാരാജ് തലയിൽ വെക്കുകയും ഉടൻ തന്നെ കലിക്കിരിക്കാനുള്ള സമയമായി. കലി ബാധിക്കുകയാണ് ആരെ? പരീക്ഷിത് മഹാരാജാണ്. അങ്ങനെ കലി ബാധിച്ച പരീക്ഷിത് മഹാരാജ് ഉടൻ തന്നെ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നു. കുതിരപ്പുറത്ത് യാത്ര ചെയ്യപ്പോൾ ശമീക ഋഷി തപസ് ചെയ്യുന്നത് കണ്ടു. അവിടെ ചെന്ന് വെള്ളം ചോദിക്കുന്നു, അവിടെ വെള്ളം കിട്ടുന്നില്ല. ഉടനെ ചത്ത പാമ്പിനെ എടുത്ത് കഴുത്തേക്ക് ഇടുന്നു. ഉടനെ ഇത് കണ്ടുകൊണ്ട് വന്ന ശമീക ഋഷിയുടെ മകൻ ശൃംഗി, അദ്ദേഹം ഈ ബാലൻ പരീക്ഷിത് മഹാരാജാവിനെ ശാപിക്കുന്നു. അതിനുശേഷം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശാപത്തെക്കുറിച്ച് അറിയുന്നു, പരസ്പരം മാപ്പ് ചോദിക്കുന്നു. അവസാനം എന്താണ് ഇതിന്റെ പോംവഴി? ശാപം 7 ദിവസത്തിനകം നീ തക്ഷകൻ കടിച്ച് അല്ലെങ്കിൽ തക്ഷകൻ കടിച്ച് മരിക്കും. ഇതാണ് പരീക്ഷത്തിന് കിട്ടിയ ശാപം. ഈ ശാപം കിട്ടിയ പരീക്ഷത്ത്
ഉടനെ തന്നെ അതിനെക്കുറിച്ചുള്ള എന്താണ് എന്താണ് ശമീക ഋഷിയായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ശമീക ഋഷി ഉടനെ തന്നെ സൊല്യൂഷൻ പറയുകയാണ്. ഒരേ ഒരു സൊല്യൂഷൻ, ഈ 7 ദിവസം ഭാഗവത പാരായണം. നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, വെറുതെ കേട്ടു പോകണ്ട. പരീക്ഷിത് മഹാരാജാവിന് 7 ദിവസത്തിനകം മരിക്കും എന്നൊരു ഒരു ഡെഡ് ലൈൻ ഉണ്ട്. നമുക്കൊക്കെ എപ്പോ അറിയാം എപ്പോ പോകുമെന്ന് നമുക്കറിയില്ല. അടുത്ത ഓണത്തിന് എത്ര പേര് കാണുമെന്ന് അറിയില്ല. എൻ്റെ ഈ ചുറ്റുപാടില് 3 or 4 പേര് മരിച്ചു. കഴിഞ്ഞ ഓണത്തിനുണ്ടായിരുന്ന 4 പേര് ഈ വർഷം ഇല്ല, ഈയിടെയാണ് മരിച്ചത്. അങ്ങനെ നമുക്ക് ആർക്കും ഒരു ഡെഡ് ലൈൻ ഇല്ലാത്ത സമയത്ത് നമുക്കൊക്കെ എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ ഭാഗവതം വായിക്കണം, ഇന്ന് തന്നെ ഭാഗവതം വായിക്കണം. അതാണ് എൻ്റെ മഹിമ. ഭാഗവതത്തിന്റെ അവൈലബിലിറ്റിയും അതെങ്ങനെയാണ് വാങ്ങിക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ അധികർത്ത പ്രഭു പറയും. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് പ്രൊസീഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ പരീക്ഷിത് മഹാരാജാവിന് ഉടനെ തന്നെ ഭാഗവതം വായിക്കാനുള്ള അവസരം ഉണ്ടാവുകയും ഉടനെ അത് ആര് വായിക്കണം അത് പറയാനായിട്ട് ശുകദേവ് ഗോസ്വാമിയോട് പറയുന്നു. അല്ലെങ്കിൽ ശുകദേവ് ഗോസ്വാമി അത് വായിക്കാനിരിക്കുന്നു. പിന്നെ ബാക്കി ഋഷികളും പിന്നെന്താണ് പരീക്ഷിത് മഹാരാജാവും ഭാഗവതം കേൾക്കാനിരിക്കുന്നു. ഇങ്ങനെ ഈ ശാപം കിട്ടിയതും ഈ പറഞ്ഞ ലീലകൾ നടന്നത് ഒരു ഭാദ്രമാസത്തിലെ 9ാം ദിവസമാണ്. ഭാദ്രമാസത്തിലാണ് ഭാഗവതം കുറിച്ച്, അത് വേറെ കഥ. ഇപ്പൊ ഈ ലീലകൾ നടന്നത്, അതായത് ശാപം കിട്ടിയതും ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നതും ശുകദേവ് ഗോസ്വാമി വരുന്നതും എല്ലാ കാര്യം നടന്നത് 9ാം ദിവസമാണ്. അപ്പൊ 9ാം ദിവസം മുതൽ 1, 2, 3, 4, 5, 6, 7 7ാമത്തെ ദിവസം എന്ന് പറയുന്നത് പൗർണമിയാണ്. എഗെയിൻ ഇപ്പൊ ഭാദ്രമാസത്തിലെ പൗർണമി ദിവസത്തിലാണ് ഈ ഭാഗവത പാരായണം അവസാനിപ്പിച്ചത്. ഒരിടത്ത് എഴുതിയതാണെങ്കിൽ ഭാദ്രമാസത്തിലെ പൗർണമിയിലാണെങ്കിൽ ഇവിടെ ഭാഗവത പാരായണം ആദ്യത്തേത് നമ്മൾ പറഞ്ഞതെല്ലാം വ്യക്തിപരമായിട്ടുള്ള അവതാരം. അതെന്താണ്? ഭഗവാന്റെ അവതാരങ്ങള്, അത് വ്യക്തിഗത അവതാരങ്ങള്. രണ്ടാമത് പറഞ്ഞ ഭഗവാന്റെ ഭാഗവത ഗ്രന്ഥാവതാരം. മൂന്നാമത് പറയുന്നു ഭഗവാന്റെ ശബ്ദാവതാരം. കാരണം എന്താണ്? നമ്മുടെ ഇരിക്കുന്ന ഗ്രന്ഥം വായിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ നാവിലൂടെ ഭഗവാൻ അവതരിക്കുകയാണ്. എന്താണ്? ശബ്ദരൂപത്തിൽ. ഇപ്പൊ വ്യക്തിഗത രൂപം, പിന്നെ എന്താണ്? ഗ്രന്ഥാവതാരം, പിന്നെ ശബ്ദാവതാരം. ശബ്ദാവതാരത്തിൽ ഭഗവാൻ ജനിച്ച ദിവസമാണ് ഭാദ്രമാസത്തിലെ എഗെയിൻ പൂർണിമ എന്ന് ഈ പറഞ്ഞ 7ാമത്തെ ദിവസം ഇത് തീരുകയാണ്. ഇനി അതിന് എന്താണെന്ന് പറയാൻ തോന്നിയ അന്നു മുതലാണ് എല്ലാവർക്കും ഭാഗവത സപ്താഹം എന്ന് പറയുന്ന ഒരു പരമ്പര തുടങ്ങുന്നത്. അപ്പം ഒരിടത്ത് അവസാനിക്കുകയാണെങ്കിൽ ഒരിടത്ത് തുടങ്ങുകയാണ്. അങ്ങനെയും ഭഗവാന്റെ ശബ്ദാവതാരം അവിടെ തുടങ്ങണം. എല്ലാവരും ഭാഗവതം വായിക്കുന്നുണ്ട്. ആ ഭാഗവതത്തിന്റെ തുടക്കം ഈ പറഞ്ഞ 7ാമത്തെ ദിവസം പരീക്ഷത്തിന് എന്താണ് ഭഗവത് പ്രാപ്തി ഉണ്ടാകുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നു, വളരെ ശുഭമായ കാര്യങ്ങളൊക്കെ തീർന്നു. പക്ഷേ അവിടെ വെച്ച് തീരുന്നില്ല. അവിടെ മുതലാണ് ഭാഗവത സപ്ത എന്ന് പറയുന്ന, അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് ഭാഗവതം വായിക്കണം എന്ന് പറഞ്ഞ് അവിടെ കൂടിയിരുന്ന എല്ലാ ഋഷികളും തീരുമാനമെടുക്കുകയും അവരുടെ പരമ്പരയായിട്ട് നമ്മൾ ഓരോരുത്തരും വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. എന്താണ് ഈ ഭദ്രപൂർണിമയെ കുറിച്ച്. ഇനിയും ഇതിന്റെ മാഹാത്മ്യങ്ങളെ കുറിച്ചാണ്. ഭാഗവതം വായിച്ചാലുള്ള മാഹാത്മ്യങ്ങൾ സാധാരണ ഞാൻ പറഞ്ഞത് എൻ്റെ പല ക്ലാസ്സുകളും നിങ്ങൾ കേട്ടുള്ളായിരിക്കും. അപ്പൊ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 കൂട്ടം കാര്യങ്ങൾ കിട്ടും, 3 കൂട്ടം കാര്യങ്ങൾ പോയി കിട്ടും ഭാഗവതം വായിച്ചാൽ. ഹരേ കൃഷ്ണ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായോ? എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലായി പ്രഭു. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നും പറഞ്ഞില്ല. കൃഷ്ണ പ്രഭു, ഭഗവാന്റെ 3 രൂപം, വ്യക്തിഗത രൂപം, രണ്ടാമത്തെ എന്താ പ്രഭു? ഗ്രന്ഥാവതാരം. മൂന്നാമത്തെ ശബ്ദാവതാരം അല്ലേ? ശബ്ദാവതാരം അതായത് ഭഗവാൻ വ്യക്തിപരമായിട്ട് ലീലകൾ ആടുമ്പോൾ അത് ഭഗവാന്റെ വ്യക്തിഗത രൂപത്തിലുള്ള അവതാരം, അതായത് അതിനാണ് സാധാരണ അവതാരം എന്ന് പറയുന്നത്. രണ്ടാമത് ഭഗവാൻ ഗ്രന്ഥമായി അവതരിച്ചത് ഭാഗവതം. അപ്പൊ അത് ഗ്രന്ഥാവതാരം. അത് തുറന്ന് വായിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഭഗവത്ഗീതയുടെ പുറത്ത് വെച്ചിട്ട് ഇംഗ്ലീഷിൽ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അത് അപ്പടി എടുത്ത് ഷെൽഫ് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്രന്ഥാവതാരമാകും. അത് തുറന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് ശബ്ദാവതാരമാകും. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോ ഇനിയിപ്പോ നമ്മൾ പറയുന്നത് ഭാഗവതം പഠിച്ചാൽ ഉള്ള പ്രയോജനങ്ങൾ. അപ്പൊ അതിന്റെ ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. അത് 3 കൂട്ടം കാര്യങ്ങൾ കിട്ടും, 3 കൂട്ടം കാര്യങ്ങൾ പോയി കിട്ടും എന്നാണ് സാധാരണയായിട്ട് പറയുന്നത്. ഇപ്പൊ എന്തൊക്കെയാണ് 3 കൂട്ടം കാര്യങ്ങൾ കിട്ടുന്നത്? ജ്ഞാന, വൈരാഗ്യ, ഭക്തി. ഇത് 3ഉം ഇന്റർ കണക്റ്റഡ് ആണ്, ഒരു സൈക്കിൾ പോലാണ്. ഇതിൽ ആദ്യം ഏത് കിട്ടും?
രണ്ടാമത് ഏത് കിട്ടും, മൂന്നാമത് ഏത് കിട്ടും എന്ന് പറയാൻ പറ്റില്ല. കാരണം ജ്ഞാന, വൈരാഗ്യ, ഭക്തി. ജ്ഞാനമുള്ളവർക്ക് മാത്രമേ, ഭഗവാനെ കുറിച്ച് അറിവുള്ളവർക്ക് മാത്രമേ വൈരാഗ്യ ബുദ്ധി തോന്നുകയുള്ളൂ. അങ്ങനെ വൈരാഗ്യ ബുദ്ധി ഉണ്ടായെങ്കിൽ മാത്രമേ ഭക്തി ഉണ്ടാകുള്ളൂ. ഇനി തിരിച്ചു പറയാം, ഭക്തിയുള്ളവർക്ക് മാത്രമേ വൈരാഗ്യം ഉണ്ടാവുകയുള്ളൂ. ആ വൈരാഗ്യം ഉള്ളവർക്ക് മാത്രമേ ജ്ഞാനം ഉണ്ടാവുകയുള്ളൂ. ഇനി വൈരാഗ്യ ബുദ്ധിയിലേക്ക് വന്നെങ്കിൽ മാത്രമേ ജ്ഞാനത്തിലേക്ക് ഉയരാൻ കഴിയുള്ളൂ. അങ്ങനെ ഉയർന്നാൽ മാത്രമേ ഭക്തി കിട്ടുകയുള്ളൂ. അപ്പൊ എങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞാലും ഇതിൽ ആദ്യം ഏത് കിട്ടും, രണ്ടാമത് ഏത് കിട്ടും എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി, ഒരു സൗന്ദര്യം, ഒരു ഭംഗി. ഇപ്പൊ ജ്ഞാനം, വൈരാഗ്യം, ഭക്തി, ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ കിട്ടും. ഇനി മൂന്ന് കൂട്ടം കാര്യങ്ങൾ പോയി കിട്ടും, നമ്മൾ നഷ്ടമാകും. എന്തൊക്കെയാണ്? ശോക, മോഹ, ഭയം. ശോകമില്ലാതാകും, പാസ്റ്റ് ടെൻസ്. അയ്യോ അത് അങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്തുള്ള ആ ശോകം, ആ ഒരു ദുഃഖം, അതില്ലാതാകും. ഭാഗവതം വായിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടബോധം വരില്ല. കാരണം എന്താണ്? എല്ലാം ഭഗവാന്റെയാണ്. ഭഗവാന്റെ സമയമുള്ളപ്പോ നമുക്ക് തരണമെന്ന് തോന്നിയപ്പോ തന്നു, അത് തിരിച്ചെടുക്കണമെന്ന് തോന്നുമ്പോൾ തിരിച്ചെടുക്കുന്നു. അപ്പൊ അത് അങ്ങനെ ഭഗവാൻ നമുക്ക് തന്നു, ഭഗവാൻ തിരിച്ചെടുക്കണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം പറഞ്ഞ 3 പോയിന്റ്സ് അറിഞ്ഞിരിക്കണം. എന്താണ്? ജ്ഞാനം, വൈരാഗ്യ, ഭക്തി. അങ്ങനെ എല്ലാ വസ്തുക്കളോടും വൈരാഗ്യമാണെങ്കിൽ ഒരുത്തനും നഷ്ടപ്പെട്ടവന് യാതൊരു ദുഃഖവും തോന്നില്ല. കാരണം അവനതിനുള്ള അറിവുണ്ട്, കാരണം അവൻ അത്രയ്ക്കും ഭക്തനുണ്ട്. അപ്പൊ ജ്ഞാന, വൈരാഗ്യ, ഭക്തി. അപ്പൊ ശോകമില്ലാതാകും. പിന്നെന്താണ്? മോഹം. മോഹം എന്ന് വെച്ചാൽ പ്രസന്റ് ടെൻസ്. ഇപ്പൊ എനിക്ക് അതുകൂടെ വേണമായിരുന്നു, ഇതുകൂടെ വേണമായിരുന്നു എന്ന് പറയുന്ന ആ ഒരു മോഹം, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വേണമെന്നുള്ള ആ ഒരു ആഗ്രഹങ്ങൾ, കാമം, അതാണ് മോഹം എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഇല്ലാതാകും. കാരണം എന്താണ്? വീണ്ടും വൈരാഗ്യം. ഏതൊരു ഭക്തന്റെ ഉള്ളിലാണോ വൈരാഗ്യ ബുദ്ധി വന്നത്, അവന് മോഹങ്ങൾ ഇല്ലാതാകും. അപ്പൊ അത് ഭാഗവതം വായിച്ചാലേ നടക്കുള്ളൂ. ഇപ്പൊ ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ 3 കൂട്ടം കാര്യങ്ങൾ കിട്ടും, 3 കൂട്ടം കാര്യങ്ങൾ പോയി കിട്ടും. ആദ്യത്തെ എന്താണ്? ശോകം, പാസ്റ്റ് ടെൻസ്. മോഹം, പ്രസന്റ് ടെൻസ്. അടുത്തെന്താണ്? ഭയം, ഫ്യൂച്ചർ ടെൻസ്. അയ്യോ നാളെ എന്താകും, എനിക്കത് കിട്ടുമോ, ഞാൻ പരീക്ഷ എഴുതി ജയിക്കുവോ, അല്ലെങ്കിൽ അവിടെ പോകാൻ പറ്റുമോ, അവരെ കാണാൻ പറ്റുമോ, എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ, ഒന്നും ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഭഗവാൻ നമ്മുടെ സന്തക സഹചാരി. എപ്പോഴും ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് എന്താണ് വേണ്ടത് അതനുസരിച്ച് ഭഗവാൻ എല്ലാം അറേഞ്ച് ആക്കി തരും. ഇപ്പോ നരേന്ദ്രമോദിയോ ഇല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും VIP കേരളത്തിലേക്ക് വരികയാണ്. അവർ വിചാരിക്കുമോ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ടാക്സി കിട്ടുമോ, എന്നെ വിളിക്കാൻ ആരെങ്കിലും വരുമോ, അയ്യോ ഞാൻ അറിയാമെത്ര സ്ഥലത്തോട്ട് പോവോ, എന്താ ചെയ്യുക? നോ. എന്താ കാര്യം? അവര് വരുന്നതിന് മുമ്പേ കാര്യങ്ങളെല്ലാം അറേഞ്ച് ആയിരിക്കും. ഇതുപോലെ ഒരു ശുദ്ധഭക്തൻ അവൻ എവിടെ പോയാലും എന്തിനു പോയാലും ഒന്നിനെ കുറിച്ചും എന്താണ് ഒരു ഭയത്തിന്റെ ആവശ്യം, ഒരു 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 വറിയുടെ ആവശ്യമില്ല, ഒരു ദുഃഖത്തിന്റെ ആവശ്യമില്ല, ഒരു വിഷമത്തിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്? എല്ലാം വെൽ അറേഞ്ച്ഡ് ആയിരിക്കും. അയ്യോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്നെ വല്ലവരും വിളിക്കാൻ വരുമോ, അയ്യോ ഒന്ന് മഴ പെയ്യോ, ഞാൻ മഴയത്ത് അങ്ങനെ പോകും, ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഭഗവാൻ അറേഞ്ച്ഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ 3 കൂട്ടം കാര്യങ്ങൾ നഷ്ടമാകും. ഏതൊക്കെയാണ്? ശോക, മോഹ, ഭയം. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഭാഗവതം വായിച്ചാൽ കിട്ടുന്ന ആദ്യത്തെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഗുണം. രണ്ടാമത്തെ ഗുണം, മായയിൽ നിന്ന് നമ്മളെ മുക്തമാക്കും. ആര്? ഭഗവാൻ. സോറി, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചുമ വരും, നല്ല സുഖമില്ല, എല്ലാവരും ക്ഷമിക്കുക. എപ്രകാരമാണോ പ്രഹ്ലാദൻ മായയിൽ നിന്ന് മുക്തമാകണമെന്ന് ആഗ്രഹിച്ചത്, പ്രഹ്ലാദനോട് ചോദിച്ചത് കുഞ്ഞ് നിനക്ക് എന്താണ് വരം വേണ്ടത്? അവൻ പറഞ്ഞ ഒരേ ഒരു കാര്യം, ഇല്ല 2 കാര്യമാണ്. ഒന്ന്, മായ ഒരിക്കലും എന്നെ ബാധിക്കരുത്, മായയിൽ നിന്ന് എന്നെ മുക്തമാക്കണം. രണ്ടാമത് പറഞ്ഞെന്താണ്? അവിടുന്ന് കനിയുമെങ്കിൽ എന്ത് വേണം? എൻ്റെ അച്ഛൻ എന്നോട് ചെയ്ത അല്ലെങ്കിൽ എല്ലാവരോടും ചെയ്ത ആ തെറ്റുകുറ്റങ്ങളൊക്കെ മറന്നിട്ട് പുറത്തിട്ട് അദ്ദേഹത്തിനെ മോക്ഷത്തിന് പ്രാപ്തനാക്കണം. എൻ്റെ അച്ഛനോട് ക്ഷമിക്കണം. പിന്നെന്താണ്? എന്നെ മായ ബാധിക്കരുത്. പ്രഹ്ലാദ മഹാരാജാവ് ഈ ലോകം കഴിഞ്ഞപ്പോ, ഈ ലോകത്തിലെ ലീലകൾ അവസാനിച്ചപ്പോ പ്രഹ്ലാദനെ കൊണ്ടുപോകാനായിട്ട് വിഷ്ണുദൂതന്മാര് വന്നപ്പോ പ്രഹ്ലാദൻ കണ്ണടച്ചിരുന്നു എന്നാ പറയുന്നത്. കാരണം എന്താണ്? പോകുന്ന വഴിക്ക് പല ലോകങ്ങളും കാണിക്കും. സ്വർഗ്ഗലോകം കാണിക്കും, ആ ലോകം കാണിക്കും, ഈ ലോകം കാണിക്കും. ഞങ്ങളിപ്പോ നിൽക്കുന്നത് ചെങ്ങന്നൂരാണ്. എനിക്ക് തിരുവനന്തപുരത്ത് ആണെങ്കിൽ ഞാൻ നേരെ തിരുവനന്തപുരത്ത് എത്തുകയല്ല, അത് കഴിഞ്ഞ് കുറേ സ്ഥലങ്ങൾ കാണിക്കും. എന്താണ്? കൊല്ലം കാണിക്കും, പിന്നെന്താണ് അഞ്ചൽ കാണിക്കും, ആയൂര് കാണിക്കും, അങ്ങനെ പല സ്ഥലം കഴിഞ്ഞിട്ടാണ് എനിക്ക് തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞ പോലെ
ഭഗവാന്റെ ധാമത്തിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് പല ദേശങ്ങളും കാണിക്കും. അവിടെ എവിടെങ്കിലും അട്രാക്ട് ആയാൽ ഡും അവിടെ ഇട്ടേച്ചു പോകും. അതുകൊണ്ട് പ്രഹ്ലാദ മഹാരാജാവ് കണ്ണടച്ചിരുന്നു എന്നാ പറയുന്നത്. അതുകൊണ്ട് നമുക്കൊക്കെയും അങ്ങനെയുള്ള ഭാഗ്യം ഉണ്ടായി കഴിഞ്ഞാൽ കണ്ണടച്ചിരുന്നോണം. കാരണം ഏതെങ്കിലും ലോകത്തോട് നമുക്കൊരു അട്രാക്ഷൻ തോന്നിക്കഴിഞ്ഞാൽ, ഈവൻ വൈകുണ്ഠ ലോകത്തോട് പോലും നമുക്ക് അട്രാക്ഷൻ തോന്നരുത്. കാരണം അവിടെയല്ല നമ്മുടെ ഉദ്ദേശം ഭഗവാന്റെ ധാമമായ ഗോലോക വൃന്ദാവനം. അപ്പൊ അവിടെ ചെന്നിട്ട് കണ്ണു തുറക്കാവും. അങ്ങനെ ഇരുന്ന് നമ്മൾ എന്താണ് കാരണം അങ്ങനെ ഇരിക്കണമെങ്കിൽ മായ നമ്മളെ ബാധിക്കാതിരിക്കണം. പരീക്ഷിത് മഹാരാജാവിന് 16 വയസ്സ് വരെ പരീക്ഷിത് മഹാരാജ് അമ്മയുടെ വയറ്റിലായിരുന്നു. അപ്പോ വെളി വരികയില്ല. എന്താ കാര്യം? ജ്ഞാനവും വൈരാഗ്യവും എല്ലാം കിട്ടിക്കഴിഞ്ഞു, ഭക്തി എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ്? ഞാൻ വെളിയിലേക്ക് വരില്ല, കാരണം മായ എന്നെ ബാധിക്കും. പിന്നെ ഭഗവാൻ വന്ന് പ്രോമിസ് ചെയ്യാണ്, കുഞ്ഞെ മായ നിന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞ് സ്വാന്തനപ്പെടുത്തി അങ്ങനെ കൊടുത്തൊരു പ്രോമിസ്, ഒരു വാഗ്ദാനം കൊടുത്തതിന് ശേഷമാണ് പരീക്ഷിത് മഹാരാജ് വെളിയിലേക്ക് വരുന്നത്. അതുപോലെ ആരാണോ ഭാഗവതം വായിക്കുന്നത് അവരെ മായ ബാധിക്കില്ല. എപ്രകാരമാണോ പ്രഹ്ലാദനെ രക്ഷിച്ചത്, എപ്രകാരമാണോ പരീക്ഷിത് മഹാരാജാവിനെ രക്ഷിച്ച്, അതുപോലെ നമ്മളെയും പ്രൊട്ടക്ട് ചെയ്യും ഏതവനാണോ ഭാഗവതം വായിക്കുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഒരല്പം വിശദീകരണം കൂടുതലുള്ള ഭാഗമാണ്. സമയോടെ ഓക്കെ ഫൈൻ. ശാസ്ത്രബുദ്ധി പ്രകാരം ഭാഗവതം എന്ന് പറയുന്നത് അമൃതാണ്. ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ ഒന്നാമത്തെ സ്കന്ധത്തിലെ 1-ാം അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, നിങ്ങൾ ഭാഗവതമൊക്കെ ദിവസവും വായിക്കുന്നവരാണ്. ആ ശ്ലോകം ഒന്ന് വായിക്കാം. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖ അമൃതദ്രവ സംയുക്തം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുകാഹ. നിഗമ കൽപ്പതരോർ ഗളിതം ഫലം സുഖമുഖാത് അമൃതദ്രവ സംയുക്തം. ഇതെന്താണ്? അമൃതമാണ്. ഇത് അമൃതമാണെന്നാണ് പറയുന്നത്. അപ്പൊ അമൃത് കഴിച്ചാലുള്ള പ്രത്യേകത എന്താണ്? അമൃത് കഴിച്ചാൽ പിന്നെ എന്താണ്? നിത്യ യൗവനം, പിന്നെ മരിക്കത്തുമില്ല. ഇതാണ് അമൃത് കഴിച്ചാലുള്ള സങ്കല്പം. ഇത് സങ്കല്പം എന്ന് പറയാനുള്ള കാരണം ഇതിന് പുറകോട്ട് പറയുന്ന പോയിന്റ്സ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു സങ്കല്പം മാത്രമാണ് അമൃത് കഴിച്ചാൽ. സാധാരണയായിട്ട് ഈ അമൃത് ഇരിക്കുന്നതിന് 5 സ്ഥലങ്ങളാണ് പറയുന്നത്. 1 സമുദ്രം, 2 ചന്ദ്രിക അതായത് ചന്ദ്രപ്രകാശം, 3 കിഷോരപ്രായത്തിലുള്ള നാരി, 4 നാഗങ്ങൾ, 5 സ്വർഗം. ഇങ്ങനെ 5 സ്ഥലത്താണ് ഈ എന്താണ് അമൃതന്റെ സ്ഥാനം. ഈ 5 സ്ഥലങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് ചർച്ച ചെയ്യാം. ആദ്യത്തേത് സമുദ്രം. സമുദ്രത്തിൽ അമൃതുണ്ട്. അതുകൊണ്ടാണല്ലോ സമുദ്രമഥനം നടത്തിയപ്പോൾ അമൃത് കിട്ടിയത്. ഈ 5 സ്ഥലങ്ങളിൽ അമൃതുണ്ടെങ്കിലും നമ്മൾ പറയാൻ പോകുന്ന മെയിൻ പോയിന്റ്, ഈ 5 സ്ഥലങ്ങളിലെ അമൃത് എന്താണ്? അത്ര പരിശുദ്ധമല്ല എന്നുള്ളതാണ് സ്ഥാപിക്കാൻ പോകുന്നത്. എങ്ങനെ പരിശുദ്ധമല്ല എന്നാണ് നമ്മൾ ഓരോ പോയിന്റായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഒരു സംശയം ചോദിച്ചോട്ടെ പ്രഭുജി? ഹരേ ഇത്രയും കൃഷ്ണ. പറഞ്ഞുള്ളതാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്. ശുകദേവ ഗോസ്വാമി അല്ലേ പ്രഭുജി? 16 വർഷം. എനിക്കറിയില്ല, ഞാൻ അങ്ങനെയൊക്കെ കേട്ടേക്കണേ. പരീക്ഷിത്ത് 16 വയസ്സ് വരെ വയറ്റിലിരുന്നു. ദാറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്. സോറി മാതാജി. ശരിയാണ് പറഞ്ഞത്. ശുകദേവ് ഗോസ്വാമിയാണ് 16 വയസ്സ് വരെ. പരീക്ഷിത് മഹാരാജ്, ഐ ആം സോറി. താങ്ക് യു ഫോർ ദ കറക്ഷൻ. ഒരു തെറ്റാണ്, എൻ്റെ തെറ്റാണ്. ഞാൻ കണ്ണുടച്ച സംഗതികൾ ഒരു കോണിൽ നിന്ന് വിടും. ഇതിനിടയിൽ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റും. എന്നോട് ക്ഷമിക്കണം. താങ്ക് യു മാതാജി. താങ്ക് യു ഫോർ ദ കറക്ഷൻ. അപ്പൊ പരീക്ഷിത് മഹാരാജാവിനെ രക്ഷിച്ച കഥ വേറെയാണ്, അറിയാവില്ല. അത് എന്താണ്? ബ്രഹ്മാസ്ത്രത്തിൽ നിന്നാണ് രക്ഷിക്കുന്നത്. അതും ഭഗവാനാണ് രക്ഷിക്കുന്നത്. ആ കഥ ഈ കഥയും കൂടെ മിക്സ് ആയിപ്പോയി. സോറി മാതാജി. താങ്ക് യു. അപ്പൊ അത് ശുകദേവ് ഗോസ്വാമിയാണ് 16 വർഷം അമ്മയുടെ വയറ്റിൽ കിടന്നത്. ശരിയാണ്. ഓക്കെ ഫൈൻ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോ അമൃത് സാധാരണയായിട്ട് 5 സ്ഥലങ്ങളിലാണുള്ളത്. അത് 1 സമുദ്രം, മറ്റൊന്ന് ചന്ദ്രിക, 3 കിഷോരപ്രായത്തിലുള്ള നാരി,
4 നാഗങ്ങൾ, 5 സ്വർഗം. അപ്പോ ആദ്യം സമുദ്രത്തില് അമൃതുണ്ട്. നമുക്കൊക്കെ അറിയാം പാലാഴി മഥനം നടന്ന കഥ. പാലാഴി മഥനത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് ഓർക്കേണ്ടത്, ഈ ഒരു ലീലയിലാണ് ഭഗവാൻ 5 അവതാരങ്ങൾ അവതരിപ്പിച്ചത്. അതായത് ശ്രീഹരി, കൂർമ്മം, അജിത, ധന്വന്തരി, മോഹിനി. ബാക്കി എല്ലാ അവതാരത്തിലും 1 or 2 വേഷങ്ങൾ അവതരിച്ച് ഭഗവാൻ അങ്ങ് പോകെങ്കിൽ, ഡബിൾ റോൾ, ട്രിപ്പിൾ റോൾ എന്നൊക്കെ പറയുന്ന പോലെ ഭഗവാൻ അവതരിച്ച് പോകെങ്കിൽ, ഈ ഒരു ലീലയിൽ പാലാഴി മഥനത്തിലാണ് 5 റോളുകൾ അവതരിപ്പിക്കുന്നത്. അതിന് ഓരോ കഥയുണ്ട്, ഇത്രയും പറയാൻ സമയമില്ല, അതുകൊണ്ട് വിടുകയാണ് നമ്മൾ. ഈ സമുദ്രത്തില് പാലാഴി മഥനം നടന്നപ്പോ ആദ്യം അമൃതല്ല വന്നത്, പിന്നെന്താണ്? വിഷമാണ്, കാളകൂട വിഷം. അപ്പോ ഒരു വസ്തു ഇരിക്കുന്ന സ്ഥലത്ത് വേറൊരു വസ്തു, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു വസ്തു ഇരുന്ന് കഴിഞ്ഞാൽ അത് അത്ര ശുദ്ധമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അമൃതമായതുകൊണ്ട് നമ്മളത് അമൃതമായിട്ടും എടുക്കും. അപ്പൊ നമുക്ക് വെള്ളത്തിനകത്തിലൊരു ഈച്ച വീണ് കഴിഞ്ഞാൽ ആ ഗ്ലാസും വെള്ളവും എടുത്ത് കളയും, ഇല്ലേ? ശരിയാണ്. എന്നാല് അതേ ഈച്ച നെയ്യിലാ വീണെങ്കിൽ അത്രയും ഭാഗം വിരലുകൊണ്ട് തോണ്ടിയെടുത്ത് ഈച്ച കളഞ്ഞിട്ട് നമ്മൾ ആ നെയ്യ് ബാക്കി ഉപയോഗിക്കും. നമ്മുടെ കാര്യം പറഞ്ഞു. പിന്നെ പറയാൻ പറ്റില്ല, എന്നാലും പറയുകയാണ്, മദ്യം കഴിക്കുന്ന അവരുടെ മദ്യത്തിലാണ് ഒരു ഈച്ച വീണെങ്കിൽ സുത്തരമായിട്ട് ആ ഈച്ച എടുത്ത് കളഞ്ഞ് സൂപ്പറായിട്ട് ആ മദ്യം കഴിക്കും. ഇങ്ങനെ സ്ഥലകാല ഭേദങ്ങൾ അനുസരിച്ച് നമ്മൾ വിഷമാണേലും എന്ത് കുന്തമായാലും നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യും, വൃത്തികേടുകളും വൃത്തിയൊക്കെ മാറ്റും. ഇവിടെ അമൃതാണ് വന്നത്. അമൃത് വരുന്നതിന് മുമ്പ് വിഷം ഉണ്ടായിരുന്നു. ആ വിഷം മുഴുവനും ആര് കുടിച്ചു? മഹാദേവൻ പാനം ചെയ്തു. അത് മേളിലോട്ട് വന്ന വിഷമാണ് പാനം ചെയ്തത്. ഇനിയും വിഷത്തിന്റെ കണ്ടന്റ് അതിനകത്തുണ്ട്. ഈ വിഷത്തിന്റെ മയത്തോടു കൂടിയാണ് എന്ത് വന്നത്? ഈ അമൃത് വന്നത്. അതുകൊണ്ട് ഈ അമൃതം പരിശുദ്ധമല്ല, ശുദ്ധമാണ്, പരിശുദ്ധമല്ല, പവിത്രമല്ല. കാരണം എന്താണ്? വിഷമയമാണത്. വിഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് വെച്ചിരുന്ന സാധനമാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഈ അമൃതിന്റെ ആദ്യത്തെ സ്ഥാനമായ സമുദ്രത്തിലെ അമൃത് അത്ര പവിത്രമല്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്തിനാണ് ഇത് സ്ഥാപിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനേക്കാളൊക്കെ പവിത്രമായ അല്ലെങ്കിൽ ഉന്നതമായ അമൃതാണ് ഭാഗവതം. ഇത് പറയാനാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷൻ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. മാതാജി എന്നെ കറക്റ്റ് ചെയ്തതുപോലെ നിങ്ങൾ എന്നെ കറക്റ്റ് ചെയ്യണം. അപ്പം ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ആ അമൃത് ചീത്തയാണെന്നല്ല, അത് വിഷമാന്നല്ല പറഞ്ഞത്, മറിച്ച് അത് ഭാഗവതമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും പവിത്രമല്ല. അപ്പൊ എത്രയോ പരിശുദ്ധമാണ് ഭാഗവതം. നമ്മൾ ഭാഗവതത്തിന്റെ മഹിമയെ കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, അത് നമുക്ക് 3 കൂട്ടം കാര്യങ്ങൾ കിട്ടും, 3 കൂട്ടം കാര്യങ്ങൾ പോയി കിട്ടും. 2 പറഞ്ഞു മായയിൽ നിന്ന് രക്ഷിക്കും. പിന്നെന്താണ്? അമൃതിനെ കുറിച്ചാണ് പറയുന്നത്. ആ അമൃതിലെ ആദ്യത്തെ പോയിന്റാണ് സമുദ്രം. സമുദ്രത്തിൽ അമൃത് ഉണ്ടെങ്കിലും ആ അമൃത് കണ്ടാമിനേറ്റഡ് ആണ്, അത്ര പരിശുദ്ധമല്ല. അടുത്തതാണ് ചന്ദ്രിക. ചന്ദ്രികയില് അമൃതുണ്ട്. കാരണം ബ്രഹ്മമുഹൂർത്തത്തിൽ ചന്ദ്രപ്രകാശം ഏറ്റുകഴിഞ്ഞാൽ ആ ചന്ദ്രപ്രകാശത്തിന്റെ വെളിച്ചത്തിലാണ് വിത്തുകൾ മുളയ്ക്കുന്നത്. ഈ വിത്തുകൾ മുളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഈ ചന്ദ്രപ്രകാശത്തിൽ നിന്നുണ്ട് അമൃതുണ്ടെന്നാണ് പറയുന്നത്. ചന്ദ്രന്റെ പ്രകാശത്തിൽ അമൃതുണ്ട്. ഈ ചന്ദ്രപ്രകാശത്തിൽ അമൃതുണ്ടെങ്കിൽ ഈ അമൃത് വന്ന സോഴ്സ് എവിടെയാണ്? ചന്ദ്രൻ. ഈ ചന്ദ്രൻ അത്ര ക്ലിയർ അല്ല ആള്. ഇടയ്ക്കൊരു ബ്ലാക്ക് സ്പോട്ട് ഉണ്ട്, ഒരു കളങ്കമുണ്ട്. ആ കളങ്കത്തിന്റെ കഥ അറിയാം. ഗൗതമ ഋഷിയും അഹല്യയുടെയും കഥയാണ്. അതില് ഗൗതമ ഋഷിയുടെ അടുത്ത് ദേവേന്ദ്രൻ പോകുന്നതും ദേവേന്ദ്രനെ സഹായിക്കാനായിട്ട് കോഴിയുടെ രൂപത്തില് ചന്ദ്രൻ വരുന്നതും, ചന്ദ്രൻ പാതിരാത്രി നിന്ന് വെളുപ്പാങ്കാലമായെന്ന് പറഞ്ഞുകൊണ്ട് കോഴി കൂവുകയും, അങ്ങനെ കോഴി കൂവുന്ന ശബ്ദം കേട്ടിട്ട് ഗൗതമ ഋഷി എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങൾക്കായി എഴുന്നേറ്റ് പോവുകയും അതേ സമയത്ത് വന്നിട്ട് ഇന്ദ്രൻ ഗൗതമ ഋഷിയുടെ രൂപത്തിൽ വന്നിട്ട് അഹല്യെ പ്രാപിക്കുകയാണ് ചെയ്തത്. ഇത് പെട്ടെന്ന് തിരിച്ചു വന്ന് മനസ്സിലായി. കാരണം എനിക്ക് തെറ്റി, നേരം വെളുത്തിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ഗൗതമ ഋഷി തിരിച്ചു വരുന്നുണ്ട്. ഗൗതമ ഋഷി വന്നു കഴിഞ്ഞപ്പോഴാണ് കോഴിയുടെ രൂപത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. അതായത് എന്റെ സ്വയം രൂപത്തിലാണ് ദേവേന്ദ്രൻ നിൽക്കുന്നു. അങ്ങനെ ചടപട എല്ലാവർക്കും ശാപം കൊടുക്കുകയാണ്. അഹല്യയ്ക്ക് ശാപം കൊടുത്തു, കല്ലായി പോകുന്നു. ദേവേന്ദ്രന് 1000 കണ്ണുകളുടെ ശാപം കൊടുക്കുന്നു. ഇവിടെ ചന്ദ്രന്
ശാപം കൊടുക്കുകയാണ്. എന്താണ്? നീ കളങ്കമാണ് എന്നോട് ചെയ്തത്, നീ ഒരു കാപട്യത്തിനാണ് കൂട്ടുന്നത്, അതുകൊണ്ട് നിന്റെ ഉള്ളിലും കളങ്കം ഉണ്ടാകട്ടെ എന്ന് ശപിക്കുന്നു. അങ്ങനെയാണ് ആ കറുത്ത പാട് വന്നെന്നാണ് ശാസ്ത്രം പറയുന്നത്, അതായത് നമ്മുടെ പുരാണങ്ങൾ പറയുന്നു. അങ്ങനെ കളങ്കത്തോട് കൂടിയിരിക്കുന്ന ചന്ദ്രനിൽ നിന്ന് വരുന്ന ചന്ദ്രിക എന്ന് ഉദ്ദേശിച്ച് ചന്ദ്രന്റെ പ്രകാശം, അതിൽ അമൃതുണ്ടെങ്കിൽ ആ അമൃതും എന്താണ്? കളങ്കമാണ്. അത് പരിപൂർണമായ പരിശുദ്ധമല്ല, പവിത്രമല്ല എന്നാണ് പറയുന്നത്. അടുത്താണ് കിഷോര പ്രായത്തിലുള്ള നാരി. ഈ പോയിന്റ് വർണ്ണിക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് ഭാഗവതമാണെങ്കിലും അത് പറഞ്ഞു കേൾക്കുന്ന ആൾക്കാർക്ക് അവരവരുടെ രീതിയിലേക്ക് അതിനെ മാറ്റപ്പെടുത്താനുള്ള സാധ്യതയുള്ളതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെ പല വേദികളിൽ എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചല്ലാതെ ചിലപ്പോൾ പറഞ്ഞു പോകുന്നത് അതിന്റെ വാക്കുകളുടെ അർത്ഥവ്യത്യാസം കൊണ്ട് പലരും അതിനെ തെറ്റായി ധരിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം അമൃത് സ്ത്രീകളിലുണ്ട്. അവരുമായി സഹകരിക്കുന്ന ഭർത്താക്കന്മാര് ഈ അമൃത് സേവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനാണെങ്കിൽ അമൃത് സേവിച്ചിട്ടുണ്ടെങ്കിൽ അവരാരും മരിക്കരുതല്ലോ. പക്ഷേ എല്ലാ ഭർത്താക്കന്മാരും മരിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം സ്ത്രീകളിൽ നിന്ന് ലഭിച്ച അമൃത് ഭർത്താക്കന്മാർ സേവിച്ചിട്ടുണ്ടെങ്കിൽ അവർ മരിക്കാതിരിക്കണം. പക്ഷെ എല്ലാ ഭർത്താക്കന്മാരും മരിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ അമൃതിലും എന്താണ്? അത്ര പരിശുദ്ധമല്ല. ഇതും ഭാഗവതമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ അമൃതും ഒന്നുമല്ലെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ്. 4 നാഗങ്ങൾ. നാഗങ്ങളുടെ ഉള്ളില് അല്ലെങ്കിൽ വായില് നാവില് ഈ അമൃതുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഈ പറഞ്ഞ ലീല ഏതാ? ഈ പാലാഴി മദനത്തിന്റെ ലീല കഴിഞ്ഞ് മോഹിനി രൂപമായി ഭഗവാൻ അമൃതെടുത്തുകൊണ്ട് പോയി എന്താണ് ദേവന്മാർക്ക് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ വിളമ്പാനായിട്ട് പോകുന്ന വഴിക്ക് 4 സ്ഥലങ്ങളിലാണ് ഇത് സ്പോട്ട് വീഴുന്നത്. 1 പ്രയാഗരാജ്, 2 ഉജ്ജയിൻ, 3 നാസിക്, 4 ഹരിദ്വാർ. 4 തുള്ളി 4ഇടത്തായിട്ട് വീഴുന്നുണ്ട്. പ്രയാഗരാജ് എന്ന് പറയുന്നത് അലഹബാദാണ്, ഉജ്ജയിൻ എന്ന് പറയുന്നത് മധ്യപ്രദേശത്തിലാണ്, നാസിക് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ്, ഹരിദ്വാർ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഈ 4 സ്ഥലങ്ങളിൽ വീണുകൊണ്ടാണ് ഈ 4 സ്ഥലങ്ങളിൽ എന്താണ് കുംഭമേള നടക്കുന്നത്. ഹരേ കൃഷ്ണ. ഇപ്പൊ ഈ 4 സ്ഥലങ്ങളിൽ ഏതോ ഒരു സ്ഥലത്ത് ഒരു തുള്ളിയുടെ ഭാഗം ചെന്ന് വീണത് ഏതാണ്? കുശപ്പുല്ല് അഥവാ ദർഭപ്പുല്ലിലാണ്. അതുകൊണ്ടാണ് ദർഭപ്പുല്ലിന് ഇത്രയും മാഹാത്മ്യം. ദർഭപ്പുല്ല് ഉപയോഗിച്ച് നമ്മൾ പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യും. ഋഷിമാർക്ക് ഇരുന്ന് തപസ് ചെയ്യാനായിട്ട് ആ ദർഭപ്പുല്ല് ഉപയോഗിക്കും. കാരണം എന്താണ്? ഈ അമൃതിന്റെ ഒരു കണം അതിൽ വീണു. ഈ കണം വീണത് കണ്ട് അവിടെ അടുത്തിരുന്ന ഒരു പാമ്പ് അത് നക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ അതിന്റെ ഓല എന്താണ് ബ്ലേഡ് പോലായിരുന്നു, അതിന്റെ നാവ് കീറി. ഇതിനു മുമ്പൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ലീല നടക്കുന്നതിന് മുമ്പ് നാവ് പാമ്പിൻ്റെ അത് കീറിയിട്ടില്ലായിരുന്നു. ഈ ഒരു നക്കലോടുകൂടി അല്ലെങ്കിൽ ഈ ഓലയിൽ പാമ്പ് നക്കി, അങ്ങനെയാണ് ഇതിന്റെ നാവ് എന്താണ് കട്ടായിപ്പോയത്. ഇപ്പോഴും പാമ്പുകളുടെ എല്ലാ പാമ്പിന്റെയും എന്താണ് നാവ് കീറിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതിന്റെ കാര്യം ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ ഈ ഒരു നാവിൽ എന്തുണ്ട്? പാമ്പിന്റെ നാവില് അമൃതുണ്ട്. ഇപ്പൊ എല്ലാ പാമ്പിന്റെയും നാവില് അമൃതുണ്ടെന്നാണ് സങ്കല്പം. പക്ഷേ നാവിന്റെ അതിന്റെ അടുത്ത് തന്നെയാണ് വിഷം നിറഞ്ഞ പല്ല് ഇരിക്കുന്നത്. അപ്പൊ പാമ്പിന്റെ ഉള്ളിൽ എന്താണ്? വിഷമുണ്ട്. അതെവിടെയാണ്? പാമ്പിന്റെ പല്ലിലാണ്. അപ്പൊ പാമ്പിന്റെ പല്ലും നാവും തമ്മിൽ അധികം ദൂരമില്ല. അപ്പൊ അതുകൊണ്ട് പാമ്പിന്റെ ഉള്ളിലെ എന്താണ് അമൃതം എന്താണ് പരിശുദ്ധമല്ല. അതാണ് 4ാമത്തെ പോയിന്റ്. ഓക്കെ. 5ാമത്തെ പോയിന്റ് സ്വർഗം. സ്വർഗവാസികളുടെ, കാരണം ഈ അമൃത് വിളമ്പിക്കൊടുത്ത ആർക്കാണ്? സ്വർഗവാസികൾക്കാണ്, ദേവന്മാർക്കാണ് കൊടുത്തത്. അപ്പൊ ദേവന്മാരുടെ ഉള്ളിൽ എന്തുണ്ട്? അമൃതുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം ദേവന്മാർക്കും അത്ര അമരത്വമൊന്നുമല്ല. അവരുടെ പീരീഡ് കഴിയുമ്പം അവർക്കും തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരണം. കാരണം എന്താണ്? ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ സ്മരണയോടുകൂടി മരിക്കുന്നവർക്ക് മാത്രമേ ഭഗവത്ധാമത്തിൽ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഭഗവത്ധാമത്തിൽ പോകുന്നവർ മാത്രമേ തിരിച്ചു വരാതിരിക്കുന്നുള്ളൂ. ബാക്കി ഏത് ലോകത്ത് പോയി കഴിഞ്ഞാലും അവരൊക്കെ അവരുടെ പീരീഡ് കഴിയുമ്പം, അവരുടെ പുണ്യങ്ങളുടെ ഫലം അവസാനിച്ചു കഴിയുമ്പോൾ അവർക്ക് തിരിച്ചു വരണം. ഇവിടെ ദേവന്മാര് ദേവലോകത്തിലാണ്, പക്ഷെ അവരുടെ പുണ്യകാലം അവസാനിച്ചു കഴിയുമ്പം അവർക്ക് തിരിച്ചു വരണം. അപ്പോൾ അവര് കഴിച്ച അമൃതം, കാരണം നമുക്കറിയാം ആദ്യത്തെ ഫസ്റ്റ് പോയിന്റിൽ തന്നെ പറഞ്ഞു സമുദ്രത്തിലെ നിന്ന് വന്ന അമൃതാണ് അവർ കഴിച്ചത്. ആ അമൃത് പുള്ളി പ്യൂരിഫൈഡ് അല്ല, ശുദ്ധമല്ല. ഇതാണ് 5 പോയിന്റ്സ്. ഒന്നുകൂടെ പറയാം. സമുദ്രത്തില് അമൃത്, അതിനു മുമ്പ് കാളകൂട വിഷമെന്ന് അതിന്റെ സാമീപ്യത്തോട്ടിരുന്നുകൊണ്ട് അത് വിഷമയമാണ്.
രണ്ടാമത്തേത് ചന്ദ്രിക. ചന്ദ്രികയിൽ എന്താണ്? കളങ്കത്തോടു കൂടിയ ചന്ദ്രികയിൽ നിന്നാണ് ആ ചന്ദ്രപ്രകാശത്തിൽ ആ അമൃത് വരുന്നത്. അത് കളങ്കമുണ്ട്. മൂന്നാമത്തേത് കിഷോര നാരിയിലുള്ള അമൃത്. നാലാമത്തേത് നാഗങ്ങൾ. അവരിൽ എങ്ങനെയാണ് ഇത് ഈ അമൃത് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. അഞ്ചാമത്തേത് സ്വർഗവാസികൾ. അവർക്ക് ഈ അമൃത് കഴിച്ചെങ്കിൽ പോലും അവരും തിരിച്ചു വരേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 5 കൂട്ടം കാര്യങ്ങൾക്കും അപ്പുറമാണ്, അല്ലെങ്കിൽ എപ്രകാരമാണോ ഈ 5 സ്ഥലങ്ങളിലെ അമൃതാണ്, അതിന് സ്ഥാനമുണ്ടെങ്കിലും ഭാഗവതം എന്ന് പറയുന്ന രസാമൃതം അല്ലെങ്കിൽ ഭാഗവത ആ ഒരു എന്താണ് ശുഗദേവ ഗോസ്വാമിയുടെ മുഖത്തിൽ നിന്ന് വന്ന ആ അമൃത ദ്രവ സംയുക്തം, അത് ദ്രവമായിട്ടാണ് പറയുന്നത്. കാരണം എന്താണ്? ഇത് കുടിക്കാം, ഇത് ചെവിയിലൂടെ കുടിക്കാം. ബാക്കിയെല്ലാം നാവിലൂടെ ആണ് വിഴുങ്ങിയെങ്കിൽ ഇത് ചെവിയിലൂടെ കുടിക്കുന്ന ദ്രവമാണ്, ഒരു പാനീയമായിട്ടാണ്, അല്ലെങ്കിൽ ദ്രവരൂപത്തിലാണ്. കാരണം അത്രയ്ക്കും ഫ്ലെക്സിബിൾ ആണ്, അത്രയ്ക്കും എന്താണ് ആസ്വാദ്യതകരമാണ്. നമുക്കറിയാം ശ്രവണ സുന്ദരം എന്നൊക്കെ പറയും. അപ്പൊ കേൾക്കാനിമ്പം അത് കഴിച്ചാലോ നിങ്ങൾ ആരും പിന്നീട് മരിക്കില്ല. ഈ മരണം എന്ന് ഉദ്ദേശിക്കുന്ന ഈ ശരീരം പോകുന്നതിനില്ല, പിന്നെന്താണ്? ഭഗവത് ധാമത്തിൽ തിരിച്ചു പോകുന്നതിന് ഉദ്ദേശമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ജനന മരണങ്ങളില്ല, പിന്നെ ഒരിക്കലും തിരിച്ചു വരണ്ട, നമുക്കൊന്നും പിന്നെ പ്രായമാകില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥായി രൂപമാണ് നമുക്ക് കിട്ടുന്നത്, സ്ഥായി ഭാവം. നമ്മൾ ഭഗവാന്റെ ധാമത്തിൽ നിന്നാണ് വന്നത്. അവിടെ നമ്മൾ എന്തൊക്കെയോ സേവ ചെയ്തിരുന്നു ജന്മജന്മാന്തരങ്ങൾക്ക് മുമ്പ്. അതിനുശേഷമാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്ന് 84 ലക്ഷം യോനികളിൽ നമ്മൾ കിടന്ന് ഈ കറങ്ങുന്നത്. അപ്പൊ നമ്മൾ വന്നത് എവിടുന്നാണ്? ഭഗവാന്റെ ധാമത്തിലാണ്. അവിടെ നമുക്കൊക്കെ ഓരോ പോസ്റ്റ് ഉണ്ടായിരുന്നു. ചിലപ്പോ അവിടുത്തെ എന്താണ് കന്നുകാലികളെ മേയ്ക്കുകയായിരിക്കാം, ചിലപ്പോൾ അവിടുത്തെ പശു ആയിരുന്നിരിക്കാം, ചിലപ്പം ഗോപികമാരായിരിക്കാം, ചിലപ്പം മഞ്ചരിമാരായിരിക്കാം. ഓരോ റോളുകളിലാണ്. ഇല്ലെങ്കിൽ അവിടുത്തെ തോട്ടത്തിൽ വെള്ളം നനയ്ക്കുന്ന ആളായിരിക്കും. ഏത് റോളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോളിലേക്ക് നമ്മൾ തിരിച്ചു പോകും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിലിറ്ററിയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്യുന്ന ആൾക്കാര് യുദ്ധസമയമാകുമ്പോൾ ഈ മിലിറ്ററിയിലുള്ള ആൾക്കാർ പിരിഞ്ഞു പോയ ആൾക്കാരെ തിരിച്ചു വിളിക്കും. അവർ ഏത് റാങ്കിൽ നിന്നാണോ റിട്ടയർ ചെയ്ത് ആ റാങ്കിലേക്കായിരിക്കും അവരെ തിരിച്ചു വിളിക്കുന്നത്. ഇതുപോലെ നമ്മള് ഭഗവാന്റെ ധാമത്തിൽ നിന്ന് വന്ന നമ്മൾ ഓരോരുത്തരെയും ഭഗവത് സ്മരണയോടുകൂടിയാണ് മരിക്കുന്നെങ്കിൽ യം വാവിസ്മരൺ ഭാവം തജത് അന്ത്യേ കളയവരം തം തമേവ ഇത് കൗന്ദേയ സദാ തദ്ഭാവഭാവിതക. നീ ഏത് ഭാവത്തിലാണ് മരിക്കുന്നത് ആ ഭാവത്തിൽ, അതായത് ഭഗവാന്റെ ധാമം പോകാനുള്ള ഭാഗ്യം നിനക്കുണ്ടാകും. അവിടെ ചെന്ന് കഴിഞ്ഞാലോ നീ ഏത് ഭാവത്തിലാണ് ഭഗവാനെ സേവിച്ചിരുന്നത് ഭഗവത് ധാമത്തിൽ, ആ ഭാവം നിനക്ക് തിരിച്ചു കിട്ടും. നല്ല കാര്യമല്ലേ? അതുകൊണ്ട് അതിനുള്ള ഷോർട്ട് കട്ട് മെത്തേഡാണ് ഈ പറഞ്ഞ നിത്യം ഭാഗവത സേവയ. എന്നും ഭാഗവതം വായിക്കുക. ഇത് മാത്രം ചെയ്താൽ മതി, നമ്മൾ ഭാഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകും. ഇതിന്റെ അർത്ഥം പ്രസാദം കഴിക്കരുതെന്നോ നാമം ജപിക്കരുതെന്നോ അല്ല കേട്ടോ. ആരും അതിനെക്കുറിച്ച് തെറ്റിദ്ധരിക്കരുത്. കാരണം ഇത് അമൃതമാണ്. ഈ അമൃത് സേവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹാത്മ്യം. പിന്നെ ഇതിന്റെ മഹാത്മ്യത്തെ കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ഭാഗവതം 12-ാമത്തെ സ്കന്ധം 13-ാം അധ്യായം 12-ാമത്തെ സ്കന്ധം 13-ാം അധ്യായം 13-ാമത്തെ ശ്ലോകം മുതൽ മുന്നോട്ട് ഭഗവാന്റെ ഈ ഭാഗവതത്തിന്റെ മഹാത്മ്യം വർണ്ണിക്കുന്നു. തൽക്കാലം അത് ഞാൻ അധികം വർണ്ണിക്കുന്നില്ല. ഭാദ്രമാസത്തിലെ പൂർണ്ണചന്ദ്രിക ദിനത്തിൽ ഒരുവൻ ശ്രീമദ് ഭാഗവതത്തെ ഒരു സ്വർണ്ണ സിംഹാസനത്തിൽ വെക്കുകയും അതൊരു ദാനമെന്ന നിലയിൽ നൽകുകയും ചെയ്താൽ അവൻ പരമമായ അതീന്ദ്രിയമായ ലക്ഷ്യം നേടും. ഇതാണ് ഭാഗവതം 12-ാമത്തെ സ്കന്ധം 12-ാം അധ്യായം 13-ാമത്തെ ശ്ലോകം പറയും. 14, 15, 16 മുന്നോട്ട് പിന്നെയും കുറെ കൂടുതൽ പറയുന്നത്. നമ്മൾ ഈ ഒരു പോയിന്റ് കൊണ്ട് പറഞ്ഞിട്ട് ക്ലാസ് ഇവിടെ നിർത്തുകയാണ്, കാരണം സമയം തീരുകയാണ്. അപ്പൊ എന്താണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാദ്രമാസം ഇത്രയും നേരവും പറഞ്ഞത് ഭാഗവതത്തിന്റെ മഹിമകൾ പറഞ്ഞത് അത് വായിക്കുകയും കേൾക്കുകയും ചെയ്താലുള്ള മഹിമകളാണ്. ഭാഗവതം ഒരാൾ വായിക്കും, ഒരാൾ കേട്ടാലുള്ള മഹിമകളാണ് ഈ മുകളിൽ പറഞ്ഞ എല്ലാ പോയിന്റും. അതായത് ജനന മരണങ്ങളില്ല, ബാക്കിയുള്ള കാര്യങ്ങളില്ല, നമ്മൾ തിരിച്ചു വരില്ല, ബാക്കി മായയിൽ നമ്മൾ രക്ഷിക്കും, ഇങ്ങനെ കുറെ പോയിന്റ്സ് പറഞ്ഞു. പിന്നെ ഇത് അമൃതാണ്, ഈ അമൃത് കഴിച്ചാല് പിന്നെ അമൃതന്റെ പല സ്ഥലങ്ങൾ, ഇതെല്ലാം പറഞ്ഞതെല്ലാം ഭാഗവതം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർക്കാണ്. എന്നാൽ ഭാഗവതം വായിക്കുന്നുമില്ല, കേൾക്കുന്നുമില്ല, വെറുതെ ഒരുപാട് പൈസ ഉണ്ട് എൻ്റെ കയ്യിൽ, പക്ഷെ എനിക്ക് സമയമില്ല ഭാഗവതം വായിക്കാൻ. എങ്കിൽ നീ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. എന്താണ്? ഭാദ്രമാസത്തിലെ ഭദ്രപൂർണിമ, അതായത്
ഭാദ്രമാസത്തിലെ പൗർണമി ദിവസം, അതായത് ഈ വരുന്ന ഞായറാഴ്ച. ഇതാണ് ഈ കഥ പറയാൻ ഇവിടെ അനുയോജ്യമായ സമയം. കാരണം ആ പൗർണമി ദിവസം നിങ്ങൾ ആർക്കാണോ ഭാഗവതം വായിക്കാനും കേൾക്കാനുമുള്ള സമയമില്ല, ഒരു സ്വർണ്ണ സിംഹാസനത്തിൽ ഭാഗവതം വെച്ചിട്ട് അത് ആർക്കെങ്കിലും അത് ദാനം ചെയ്തു കഴിഞ്ഞാൽ, ആരാണോ ദാനം ചെയ്തത് അയാൾ തീർച്ചയായും, യാതൊരു സംശയം വേണ്ട, അയാള് വൈകുണ്ഠം പോകും. യാതൊരു സംശയം വേണ്ട. അവന് ആരെ ഓർത്ത് മരിച്ചാലും ഒരു കുഴപ്പമില്ല. കാരണം എന്താണ്? അവൻ ആ ഭാഗവതം തൊട്ടപ്പോഴേ അവന്റെ പാപങ്ങളെല്ലാം തീർന്നു, അവൻ പുണ്യവാനായിരിക്കുന്നു. ഉടൻ തന്നെ അയാൾക്ക് വൈകുണ്ഠ ലോകം പ്രാപിക്കാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും അയാളാകുകയും മരണസമയമാകുമ്പോൾ വിഷ്ണു ദൂതന്മാർ വന്ന് അയാളെ കൊണ്ടുപോവുകയും ചെയ്യും. ഇതാണ് ഭാഗവതം വായിക്കാനും വയ്യ കേൾക്കാനും സമയമില്ലാത്തവർക്ക് വേണ്ടിയുള്ള ഒരേ ഒരു അവസരം. ഈ അവസരം നിങ്ങൾ വിനിയോഗിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ബാക്കി പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യാനുള്ള സമയമുണ്ടോ എന്ന് ഞാൻ നോക്കിക്കോട്ടെ. 52, യെസ്, 8 മിനിറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിന്റെ പോയിന്റ്സ് ഞാൻ ഓടിച്ചൊന്ന് പറയാം. അപ്പോ ആദ്യം പറഞ്ഞത് ഭദ്രപൂർണിമ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ്. അതായത് ഭാദ്രമാസം, ഈ മാസം, ഇതിലെ പൗർണമിയെ കുറിച്ചാണ് ഭാദ്രമാസം എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പല അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ അവതാരങ്ങളൊക്കെയും നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്ന ഓരോ തിഥി അനുസരിച്ചാണ്. വാമന ദ്വാദശി, നിത്യാനന്ദ ത്രയോദശി, രാമനവമി, രാധാഷ്ടമി, ജന്മാഷ്ടമി, ഗൗരപൂർണിമ, നരസിംഹ ചതുർദശി, അങ്ങനെ ഓരോന്നും ഓരോ തിഥിക്കനുസരിച്ചാണ്. അതുപോലെ ഇതെല്ലാം എന്താണ്? വ്യക്തിഗതമായ അവതാരങ്ങളാണെങ്കിൽ പിന്നെ പറഞ്ഞ അവതാരങ്ങൾ 6 തരത്തിലുണ്ട്. പുരുഷാവതാരം, യുഗാവതാരം, മന്വന്തരാവതാരം, ലീലാവതാരം, ഗുണാവതാരം, ശക്തിയാവേശാവതാരം. ഈ അവതാരങ്ങള് ഒക്കെ വരുന്നത് എന്താണ്? വ്യക്തിപരമായ അവതാരങ്ങളാണെങ്കിൽ അടുത്ത 3ാമത്തെ സെക്ഷൻ പറഞ്ഞത് എന്താണ്? ഭഗവാന്റെ ഗ്രന്ഥാവതാരം. ആ ഗ്രന്ഥാവതാരം എങ്ങനെയാണ് വന്നെന്നാണ് പിന്നെ നമ്മൾ ചർച്ച. അതാണ് ഭാഗവതം. അപ്പൊ ഭാഗവതവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെ ഭാഗവതവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. ആരുടെ വീട്ടിലാണോ ഭാഗവതം ഇരിക്കുന്നതല്ലേ, ഭഗവത്ഗീത ഇരിക്കുന്നു പറഞ്ഞാൽ അവിടെ ഭഗവാൻ വിരാജമാണ്. കാരണം ഭഗവത്ഗീത എന്ന് പറയുന്ന ഭഗവാന്റെ വായിൽ നിന്ന് വന്ന സ്വന്തം വാക്കുകളാണ്. ആ വാക്കുകളെ അല്ലെങ്കിൽ ആ ശ്ലോകങ്ങളെ നമ്മൾ ദിവസം ഉരുവിടുവാണെങ്കിൽ അത് ഭഗവാന് സമ്മാനിച്ച സാധനം തിരിച്ചങ്ങോട്ട് സമ്മാനിക്കുന്നതായിട്ടാണ്. അപ്പൊ അത് എന്താണ് ചോദിച്ചു കഴിഞ്ഞാല്, ഒരിക്കല് എന്താണ് ശ്രീല പ്രഭുപാദർ തന്റെ ബുക്കുകൾ ഒരു പ്രാവശ്യം ഇരുന്ന് വായിക്കുന്ന കണ്ടപ്പോൾ ഒരു ശിഷ്യൻ ചോദിച്ചു, പ്രഭുപാദർ ഇത് അവിടുന്ന് എഴുതിയല്ലേ ബുക്കല്ലേ, പിന്നെ എന്തിനാണ് ഇത് വായിച്ചു നോക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഇത് ഞാനല്ല എഴുതിയത്, അഥവാ ഭഗവാൻ പറഞ്ഞുകൊണ്ടേ ഇരുന്നു, ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചു, അതെന്താന്ന് എനിക്കറിഞ്ഞുകൂടാ, എനിക്കതൊന്ന് മനസ്സിലാക്കണ്ടേ, അത് ഞാൻ വായിക്കുകയാണെന്ന് പറഞ്ഞ് ഭഗവാൻ അത് തിരിച്ച് സമർപ്പിക്കുകയാണെന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഭഗവത്ഗീതയിലെയും ഭാഗവതത്തിലെയും ശ്ലോകങ്ങൾ കാണാതെ പഠിച്ചിട്ട് ഭഗവാനെ തിരിച്ചർപ്പിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും ഭഗവാൻ. കാരണം എന്താണ്? ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ, ഭഗവാന്റെ അതേ ശ്ലോകങ്ങള് തിരിച്ചെനിക്ക് സമർപ്പിക്കുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാകും. അതായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണെന്ന് തോന്നുന്നു, ഒരു പായസം വെച്ച്, ഇപ്പൊ ഇന്ന് ഓണകാലമാണ്, ഓണമാകുമ്പോൾ എല്ലാവരുടെയും വീട്ടിൽ പായസം വെക്കും. ഒരു കൊച്ചു കുഞ്ഞ് 2-3 വയസ്സുള്ള കൊച്ചുകുട്ടി മടിയിൽ കിടത്തുന്ന പ്രായം, ആ പ്രായമുള്ള കുട്ടിക്ക് ഒരു ചെറിയ കട്ടോരിയില് അമ്മ പായസം ഇങ്ങനെ ചെറിയായിട്ട് സ്പൂണിൽ കോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെ ആ കുഞ്ഞ് തൻ്റെ കുഞ്ഞു വിരൽ ആ പായസത്തിന്റെ പാത്രത്തിലേക്ക് ചെറുതായിട്ട് മുക്കിയിട്ട് അമ്മയുടെ വായിലേക്ക് വെച്ചു കൊടുക്കും. അപ്പൊ അമ്മ അത് സ്വാദ്യമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി അത്രയും നേരം അനുഭവിക്കാത്തൊരു അനിവാച്യമായ ഒരു സംതൃപ്തിയോടുകൂടി ആ പായസം നുകരും. ഇതേ ഭംഗിയാണ്, ഇതേ ആസ്വാദന ശൈലിയാണ് നമ്മൾ ഓരോരുത്തരും ഭഗവത്ഗീതയിലെയും ഭാഗവതത്തിലെയും ശ്ലോകങ്ങള് ഭഗവാൻ അങ്ങോട്ട് അർപ്പിച്ചു കഴിഞ്ഞു. കാരണം ഈ അമ്മ വെച്ച പായസമാണ്, ആ ഉരുളി നിറച്ച് പായസം ഇരിക്കുകയാണ്, കുറച്ചും വാരിയും കുടിച്ചാൽ പോരാ, അല്ല. പക്ഷെ ആ കുഞ്ഞിന്റെ വിരലുകളിലൂടെ കിട്ടുന്ന പായസത്തിന്റെ രുചി ഒന്ന് വേറെയാണ്. അതുപോലെ ഭഗവാന്റെ കുഞ്ഞുങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ നമ്മള് ഭഗവാൻ തിരിച്ച് ആ ശ്ലോകങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഭഗവത്ഗീതയിലെയും ഭാഗവതത്തിലെയും ശ്ലോകങ്ങൾ പഠിച്ച് ഭഗവാനെ തിരിച്ചർപ്പിക്കണമെന്ന് പറയും. അപ്പൊ അത് ഭഗവാന്റെ ഗ്രന്ഥാവതാരമാണ്. ആ ഗ്രന്ഥാവതാരം നമ്മളത് ശബ്ദാവതാരമാക്കി, 3ാമത്തെ അവതാരം ശബ്ദാവതാരമാക്കി നമ്മളത് ഭഗവാന് സമർപ്പിക്കണം. അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ഇത് അമൃതിന്റെ കാര്യമാണ്. അത് അമൃത് 5 സ്ഥലത്താണ്
1 സമുദ്രം, 2 ചന്ദ്രിക, 3 കിശോര നാരി, 4 നാഗങ്ങൾ, 5 സ്വർഗം. ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ അമൃതുണ്ട്. പക്ഷെ ഈ അമൃതിലെല്ലാം എന്താണ്? പവിത്രമല്ല, അത്രത്തോളം പരിശുദ്ധമല്ല. എങ്ങനെ പരിശുദ്ധമല്ല? പരിശുദ്ധമല്ലെന്നല്ല അർത്ഥം, പരിശുദ്ധമാണ്. പക്ഷെ ഭാഗവതം എന്ന് പറയുന്ന ദിവ്യഗ്രന്ഥം, പവിത്രമായ ഗ്രന്ഥം, മഹത് ഗ്രന്ഥം, അതിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെ അമൃത് ഒരു അമൃതല്ലെന്നാണ് പറയുന്നത്. അതാണ് 5 പോയിന്റ് പറഞ്ഞത്. അപ്പൊ പിന്നെ പറഞ്ഞത് ഭാഗവതം വായിച്ചുള്ള മെറിറ്റ്സിനെ കുറിച്ചാണ്. ആ മെറിറ്റ്സിൽ ആദ്യം പറഞ്ഞത് എന്താണ്? നമ്മള് മായയിൽ നിന്ന് മുക്തമാകും, അതൊരു പോയിന്റ് പറഞ്ഞു. പിന്നെ പറഞ്ഞ് 3 കൂട്ടം കാര്യങ്ങൾ കിട്ടും, 3 കൂട്ടം കാര്യങ്ങൾ പോയി കിട്ടും. അതായത് ജ്ഞാന വൈരാഗ്യ ഭക്തി കിട്ടും. പിന്നെ എന്താണ്? ശോക മോഹ ഭയം അത് നഷ്ടമാകും, ഇല്ലാതാകും. അങ്ങനെയാണ് 2ാമത്തെ പോയിന്റ് പറഞ്ഞു. 3ാമതാണ് നമ്മൾ അമൃതിനെ കുറിച്ച് പറഞ്ഞത്. അമൃത് 5 സ്ഥലങ്ങളിലുണ്ട്. ഈ 5 അമൃതമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഭാഗവതമായിട്ട് നോക്കുമ്പോൾ ഭാഗവത് പുരാണമാണ് ഏറ്റവും ഹയർ ലെവല്. ഇത് കഴിച്ചാൽ പിന്നെ ജനന മരണങ്ങളില്ല. എന്താണ്? ദേവന്മാര് പോലും അമൃത് കഴിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്കൊക്കെ തിരിച്ചു വരണം. പക്ഷേ ഭാഗവതമാകുന്ന അമൃത് അത് 1ാമത്തെ സ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 3ാമത്തെ ശ്ലോകം, അത് നിങ്ങൾ കാണാൻ പഠിക്കുക, നല്ലതായിരിക്കും. അതിൽ പറയുന്നത് ഇത് അമൃതാണെന്നാണ്. അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഇത്രയും നേരവും പറഞ്ഞത് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പ്രയോജനം എന്ന് പറയുന്നത് ഭാഗവതം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർക്കാണെങ്കിൽ, എനിക്ക് വായിക്കാനും വയ്യ കേൾക്കാനും വയ്യ എങ്കിൽ ഒന്നും ചെയ്യേണ്ട. ഭാദ്രമാസത്തിലെ ഭദ്രപൂർണിമയില് അല്ലെങ്കിൽ ഈ വരുന്ന ഞായറാഴ്ച, അത് ഭദ്രപൂർണിമയുടെ ദിവസമുണ്ട്. ആ ദിവസം സ്വർണ്ണ സിംഹാസനത്തിൽ ഒരു ഭാഗവതത്തിന്റെ സെറ്റ് ആർക്കാണോ നിങ്ങൾ ദാനം ചെയ്യുന്നത്, ആ ദാനം ചെയ്യുന്ന വ്യക്തി തീർച്ചയായിട്ടും വൈകുണ്ഠ ധാമം പോവുകയും അയാളുടെ ജനന മരണ ആ ഒരു ക്ലച്ചസിൽ നിന്ന്, ആ ഒരു ശൃംഖലയിൽ നിന്ന്, ആ ചെയിനിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ഇതാണ് ഭദ്രപൂർണിമയെ കുറിച്ച് എനിക്ക് കേട്ടിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. വാഞ്ചാകൽപതിരിവേശ കൃപാസന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരി ഓം തത്സത്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട് ചോദിക്കാം. ഹരേ കൃഷ്ണ. പ്രഭു, ഈ 4ാമത്തെ നാരി, കിഷോർ നാരി അല്ല, 4ാമത്തെ അല്ല, 3ാമത്തത്. 4ാമത്തെ എന്താ പറഞ്ഞ? അത് എനിക്ക് മനസ്സിലായില്ല പ്രഭു. നാഗങ്ങൾ, പാമ്പ്. അച്ഛാ, ഓക്കെ, നാഗം. ഓക്കെ, അതെനിക്ക് കേട്ടില്ല നേരെ. പിന്നെ 5ാമത്തെ സ്വർഗം. ഓക്കെ, ഹരേ കൃഷ്ണ പ്രഭു, പ്രണാം. ഹരേ കൃഷ്ണ. പ്രഭുവിന് 1 മണിക്കൂർ തികയത്തില്ല, അതുകൊണ്ട് നമുക്ക് ദർശനാരതി സമയമുണ്ട്. വേഗം വേഗം ചോദിച്ചോളൂ, സംശയം ചോദിച്ചോളൂ. ഇനി 2 മിനിറ്റേ ഉള്ളൂ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ഒരു സംശയം ചോദിച്ചോട്ടെ പ്രഭുജി? ഒരു 25 അവതാരത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ഈ നമ്മുടെ ഭാഗവതത്തിലെ 3ാം അധ്യായത്തിലെ 22 അവതാരങ്ങളുടെ ലിസ്റ്റ് പ്രഭുപാദർജി കൊടുത്തിട്ടുണ്ട്. അത് 22 ഉള്ളോ? അത് ചിലടത്ത് 25 24 ഒക്കെ കാണുന്നുണ്ടല്ലോ. ഹരേ കൃഷ്ണ. പറഞ്ഞല്ലോ, അതൊരു ഒരു ചെറിയൊരു വിവരണം മാത്രമാണ്. ഭഗവാന്റെ അവതാരം 10 അല്ല, 22 അല്ല, 24 അല്ല, 25 അല്ല, മില്യൺസ് അവതാരങ്ങളാണ്. അതുകൊണ്ട് ആ ഓരോ ആചാര്യന്മാരുടെ സൗകര്യാർത്ഥം ഓരോ നമ്പേഴ്സ് അവിടെ എഴുതുന്നുള്ളൂ. ഭഗവാന്റെ അവതാരങ്ങൾ നമുക്ക് ഫിക്സ് ചെയ്യാനോ കംപ്ലീറ്റ് ചെയ്യാനോ പറ്റില്ല. അതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗുരുവായൂരപ്പൻ ആ ഓരോരുത്തരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടായിട്ട് ഓരോ ഗുരുവായൂരപ്പന്റെ മഹാത്മ്യമുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. അതെല്ലാം ഓരോ അവതാരങ്ങളല്ലേ. മങ്ങാട്ടച്ഛനായിട്ട് വന്നു കുന്താനത്തിന് വേണ്ടി, അവതാരമല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ ഏത് പോയി 25 നിൽക്കും. അതുകൊണ്ട് ഭഗവാന്റെ അവതാരങ്ങള് അൺലിമിറ്റഡ് ആണ്, അനന്തമാണ്. സമുദ്രത്തിലെ തിരമാലകൾ പോലെയാണ്, നമുക്ക് എണ്ണിത്തീർക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇപ്പോഴും ഭഗവാന്റെ അവതാരങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ഭക്തന്റെ മുന്നിൽ. നമ്മൾ ഈ ഭാഗവതം ചർച്ച ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷമായിട്ടുണ്ട്. അപ്പൊ അതൊരു അവതാരമല്ലേ, അത് ഈ കണക്കിൽ കൂട്ടണ്ടേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു. ക്ഷമിക്കുക പ്രഭു. പിന്നെ രാമഭദ്ര പ്രഭുവും അതുപോലെ തന്നെ ഈ മാസമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ പ്രഭു? എന്താണ് ഈ ഇപ്പൊ പ്രഭു പറഞ്ഞ ഭദ്രമാസം എന്താ? ഭാദ്രമാസം. അതും പ്രഭുവിന്റെ പേരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? യാതൊരു ബന്ധവുമില്ല. ഓക്കെ. ഹരേ കൃഷ്ണ. വരിക പ്രഭുജിയോട് ആദരപൂർവ്വം.
നമ്മളെ ഒരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ഹരേ ജപിക്കാം. കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ രാമ ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ കൃഷ്ണ ഹരേ ഹരേ രാമ കൃഷ്ണ രാമ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൽപ്പത്തെ ഹരേ രാമ രുഭേശ ഹരേ ഹരേ രാമ കൃപാ രാമ രാമ ഹരേ സിന്ധുഭ്യേ ഹരേ ഭജ പതിതാനാം ഭാവനിഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ അനേകോടി വൈഷ്ണവൃന്ദയ്ക്ക് ഹരിനാമ സങ്കീർത്തനയജ്ഞയ്ക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രയ്ക്ക് ശില പ്രഭുപാദയ്ക്ക് ജയ ശ്രീ